അപകടകരമായ ഒരു കാലഘട്ടമാണ്. ആത്മീയ രംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന, വിശ്വാസ രംഗത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും, ഏതൊരു കാര്യത്തിലേക്ക് എടുക്കുമ്പോഴും ചിന്തകൾ കൊണ്ടോ വാക്കുകൾ കൊണ്ടോ പ്രവർത്തനങ്ങൾ കൊണ്ടോ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന ഒന്നും നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. ഇന്ന് ഞാൻ തുറന്നു പറയുന്നുണ്ട്, ആർക്കും ഒരു വിഷമവും തോന്നരുത്. കാരണം കാലഘട്ടം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പേരില്, സുന്നത്ത് ജമാഅത്തിന്റെ പേരില്, മഹത്തുക്കളായ ഔലിയാക്കളുടെ പേരില്, തൗഹീദിന്റെ പേരില്, ഖുർആനിന്റെയും ഹദീസിന്റെയും പേരില് ധാരാളം ചൂഷണങ്ങൾ നടത്തപ്പെടുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ളക്കഥകൾ പറഞ്ഞു പ്രചരിപ്പിക്കാൻ യാതൊരുവിധ മടിയുമില്ല. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് നിരക്കാത്ത വാക്കുകൾ പറയാൻ യാതൊരുവിധ മടിയുമില്ല. എന്ന് മാത്രമല്ല, നാടായ നാടുകളിലൊക്കെയും പാവപ്പെട്ട വിശ്വാസി സമൂഹം, പ്രശ്നങ്ങളുടെ ഭാരവും പേറിക്കൊണ്ട് ജീവിക്കുന്ന പാവപ്പെട്ട വിശ്വാസി സമൂഹം ഈ പ്രശ്നങ്ങളുടെ ഭാരക്കെട്ടുകൾ എവിടെയാണൊന്ന് ഇറക്കി വെക്കുന്നത്? എവിടെയാണ് എനിക്ക് മോചനം കിട്ടുന്നത്? എവിടെയാണ് എനിക്ക് സമാധാനം കിട്ടുന്നത് എന്നാഗ്രഹിച്ചുകൊണ്ട് പാവപ്പെട്ട പൊതുജനങ്ങള് ഈ ഭാരവും പേറിക്കൊണ്ട് കറങ്ങി ജീവിക്കുമ്പോൾ ആ പാവപ്പെട്ട പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ മുഴുവനും തങ്ങൾക്കുള്ള ചൂഷണത്തിന്റെ ഉപാധിയാക്കി മാറ്റിയിട്ട് വെള്ളയും ധരിച്ച്, പച്ചയും ധരിച്ച്, കാഷായ വേഷം ധരിച്ച് പാവപ്പെട്ട പൊതുജനങ്ങളുടെ വിശ്വാസ വൈകല്യതയെ ചൂഷണം ചെയ്തുകൊണ്ട് കുമ്പ വീർപ്പിക്കാനും കീശ വീർപ്പിക്കാനും ചൂഷണം നടത്തുവാനും ആത്മീയതയുടെ പേരിൽ കേന്ദ്രങ്ങൾ കെട്ടിയുണ്ടാക്കപ്പെട്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നാം ചുവടുകൾ മുന്നോട്ട് വെക്കണം. വിശ്വാസ രംഗത്ത് വിശുദ്ധിയുള്ളവരായിരിക്കണം നാം. ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാവും, ജീവിതത്തിൽ കുഴപ്പമുണ്ടാവും, ചിലപ്പോൾ രോഗങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു മാനസിക പ്രശ്നം ഉണ്ടാവും. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുന്നത് പടച്ച തമ്പുരാനാ. വസ്തഈനു ബിസ്സബ്രി വസ്സലാ. നിങ്ങൾ നിസ്കാരത്തിലൂടെ, ക്ഷമയിലൂടെ അല്ലാഹുവിനോട് സഹായം തേടാനാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹുവിനോട് പറയണം. അല്ലാഹു തആല നമ്മുടെ പ്രശ്നങ്ങളെ പരിഹരിച്ചു തരും. പക്ഷേ അതിനപ്പുറം ഇന്ന് പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ട് ഏതോ ചില കേന്ദ്രങ്ങളിലേക്ക് പോവുക, ആത്മീയ ചൂഷകന്മാർ വലവിരിച്ചവിടെ കാത്തിരിക്കുന്നു. ഇതിന്റെ അപകടങ്ങൾ നമ്മൾ തിരിച്ചറിയുന്നില്ല. ഈ ചൂഷണത്തെ നമ്മൾ ആരും തിരിച്ചറിയുന്നില്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടിയില്ല. ഇസ്ലാമിൽ ജ്യോതിഷം എന്നൊരു പരിപാടി ഇസ്ലാമിലില്ല. പക്ഷെ എന്താ, ഇപ്പോ പലയിടങ്ങളിലും വിസിറ്റിംഗ് കാർഡ് വടിച്ചു വെച്ച്, നെയിം ബോർഡ് വടിച്ചു വെച്ചിരിക്കുന്നു ഇസ്ലാമിക് ജ്യോതിഷം. ഇസ്ലാമിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല. പിന്നെന്താ, അറബിക് ജ്യോതിഷം എന്നൊക്കെ ഓരോ പേരില് ഉസ്താദെന്നും പറഞ്ഞു ഉസ്താദിന്റെ പേരുമൊക്കെ അടിച്ച്, നെയിം ബോർഡ് അടിച്ച്, വിസിറ്റിംഗ് കാർഡും വെച്ചിട്ട് പാവപ്പെട്ട പൊതുജനങ്ങൾ പ്രശ്നങ്ങളുമായി കടന്നു വരുന്ന ആളുകളെ ഇരകളാക്കി കണ്ട് അവരെ മുഴുവനും ചൂഷണം ചെയ്തുകൊണ്ട് എന്തോ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലുള്ള കേന്ദ്രങ്ങളും ഒക്കെ അപകടം തന്നെയാ. ഇതൊക്കെ അപകടം തന്നെയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുർമന്ത്രവാദത്തിന്റെ പിന്നാലെ ഒരിക്കലും മുസ്ലിം ഉമ്മത്ത് പോകാൻ പാടില്ല. ഇസ്ലാം അനുവദിച്ച ഒരു മന്ത്രിക്കലുണ്ട്, നമ്മളത് മനസ്സിലാക്കണം. ഇസ്ലാം അംഗീകരിച്ച, തൗഹീദിന് ഘടകവിരുദ്ധമല്ലാത്ത, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന ദീനിയായ ഒരു മന്ത്രിക്കലുണ്ട്. അത് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും അസുഖം വന്നു, പനി വന്നു, അല്ലെങ്കിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മാനസികമായിട്ടൊരു പ്രയാസം, പള്ളിയിലേക്ക് വന്നു, ഷിഹാബുദ്ദീൻ ഫൈസി ഉസ്താദിനെ കണ്ടു, ഉസ്താദ് എന്തെങ്കിലും മന്ത്രിച്ചു തരണം. ഉസ്താദ് തലയിൽ കൈവച്ച് നമുക്ക് ഖുർആൻ ആയത്തുകൾ തലയിലേക്ക് ഊതിത്തരുന്നു. അൽഹംദുലില്ലാഹ്, നല്ല കാര്യം. ഹദീസിലുള്ള എന്തെങ്കിലും ദുആക്കൾ, ഇനി ഖുർആനും ഹദീസിലും ഇല്ലാത്ത ദുആ ആണ് എങ്കിലും ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത ദുആയാണോ, കുഴപ്പമില്ല, ഓതി മന്ത്രിക്കാം. നമുക്കൊരു കുപ്പിയിൽ വെള്ളം മന്ത്രിച്ചു തന്നു, ഇത് കുടിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ അതുകൊണ്ട് കുളിക്കാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ വീട്ടിലും കടയിലും ഒക്കെ കൊണ്ട് തളിക്കാൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇല്ലെങ്കിൽ പിഞ്ഞാണോ എഴുതുന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ എഴുതിയിട്ട് അത് കലക്കി കുടിക്കാൻ പറഞ്ഞു. ഇതൊന്നും ഒരു പ്രശ്നമല്ല. ഇതിലൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ അതിലപ്പുറം പ്രശ്നപരിഹാരത്തിന് ഇന്നെടുത്ത് കൊണ്ടുപോയി തേങ്ങ ഉടയ്ക്കണം,
ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി മുട്ടനാടിനെ അറുത്തു കൊടുക്കണം, അവിടെ കൊണ്ടുപോയി 2 കോഴിയെ കൊടുക്കണം, മറ്റേടത്ത് കൊണ്ടുപോയി പട്ടി ഉരിക്കണം, അവിടെ കൊണ്ടുപോയി ആണിയടിക്കണം, ഇവിടെ കൊണ്ടുപോയി വിളക്ക് കത്തിക്കണം. ഈ പരിപാടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലില്ല. ഈ പരിപാടി വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലില്ല. ഇസ്ലാം അംഗീകരിച്ച കാര്യം നമുക്ക് ചെയ്യാം എന്നതിലപ്പുറം ഏതോ ചില ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളുടെ അടിമകളായി നമ്മൾ മാറിയിരിക്കുന്നു. എന്തെല്ലാം കള്ളക്കഥകളായി ഇതിനെ പറഞ്ഞു പ്രചരിപ്പിക്കുന്നത്. അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളെ നാം ആദരിക്കുന്നു, ഔലിയാക്കളെ നാം ബഹുമാനിക്കുന്നു, ഔലിയാക്കളെ നാം സ്നേഹിക്കുന്നു. അവർ കാണിച്ചു തന്ന സൽപന്താവിനെ പിൻപറ്റിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോകേണ്ടവരാണ് നാം. അള്ളാഹു തആല അള്ളാഹുവിന്റെ മഹത്തുക്കളായ ഔലിയാക്കളോടൊപ്പം നമുക്ക് സ്വർഗപ്രവേശനം നൽകുമാറാകട്ടെ. പക്ഷേ ഇന്ന് ഔലിയാക്കളുടെ പേരിൽ ഇല്ലാത്ത കള്ളക്കഥകളൊക്കെയും പറഞ്ഞ് പ്രചരിപ്പിക്കുക ഒരു മടിയില്ല. കറാമത്തിന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ആദ്യം വലിയ വലിയ ഔലിയാക്കളുടെ പേരിൽ ഇങ്ങനെ കളവുകൾ പറയാൻ തുടങ്ങുന്നു. ഫ്ലൈറ്റ് വരെ പിടിച്ചു നിർത്തി, ട്രെയിൻ പിടിച്ചു നിർത്തി, കപ്പൽ പിടിച്ചു നിർത്തി, ഹെലികോപ്റ്റർ പിടിച്ചു നിർത്തി. എന്തൊക്കെ കഥകളാണ് റബ്ബേ. എന്നിട്ട് ഇതിങ്ങനെ പറഞ്ഞ് ലോക്കൽ ആളുകളുമായി ബന്ധപ്പെടുത്തുക, പിന്നെ ജീവിച്ചിരിക്കുന്ന ഔലിയാക്കളുമായി ബന്ധപ്പെടുത്തുക. ഇങ്ങനെ കഥകൾ പറഞ്ഞു 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 പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസി സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന ഏറ്റവും മോശമായ ദുഷ്ടമായ അവസ്ഥയിലേക്ക് ഈ ഉമ്മത്ത് കടന്നെത്തിയിരിക്കുകയാ. അവിടെയൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ എന്താ, സഹോദരിമാരൊക്കെ ഇത് പ്രത്യേകിച്ചും ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള ആളുകളുടെ കയ്യിലേക്ക് ചെന്ന് വീഴുന്നത് പെണ്ണുങ്ങളാണ് ഇങ്ങനെ ചെന്ന് വീണു പോകുന്നത്. എന്തെല്ലാം കഥകളാ. പിന്നെ ദുർമന്ത്രവാദത്തിന്റെ പേരില്, ജിന്നുബാധയുടെ പേരില്, പൈശാചിക ബാധയുടെ പേരില് എന്തെല്ലാം കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഇസ്ലാമികമായ ചികിത്സയുണ്ട്. ജിന്നുബാധയുണ്ടായോ, ശൈത്താൻ ബാധയുണ്ടായോ, വലത് കാതിൽ ബാങ്ക് വിളിക്കണം, ഇടത് കാതിൽ ഇഖാമത്ത് കൊടുക്കണം. അറിയാവുന്ന ഉസ്താദന്മാരെടുത്ത് കൊണ്ടുപോയി അവർ ഖുർആൻ ഓതി, ദുആക്കൾ ചൊല്ലി, ദിക്ർ ചൊല്ലി അതൊക്കെ ഒഴിപ്പിച്ചു തരും. എന്നതിനപ്പുറം ഒലക്കടിച്ച് ജിന്നിനെ ഓടിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. ഒലക്ക എടുത്തടിക്കുക, ചൂരലെടുത്തടിക്കുക. ഒരിക്കൽ ഒരാൾ പറയാണ്, ഭാര്യയ്ക്ക് സുഖമില്ല, കുറെ നാള് രോഗവും പ്രശ്നവും മാനസിക പ്രശ്നവും. അങ്ങനെ ഏതോ വലിയൊരു ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഉസ്താദ് ചികിത്സയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഭാര്യയ്ക്ക് എത്ര കിലോ ഉണ്ട്, അതേ തൂക്കത്തില് ഭാര്യയുടെ അതേ നീളത്തില് ഒരു മരപ്രതിമ ഉണ്ടാക്കണം. നമ്മളൊന്ന് ഓർത്തു നോക്കെ. ചികിത്സയാ ഇതൊക്കെ ഇസ്ലാമാണോ? എന്നിട്ട് അതിനെ മുന്നിൽ വെച്ചിട്ട് അഗ്നിഹോമം നടത്തുക. അല്ലേ? നമുക്കൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ഉസ്താദന്മാര് പറയാന്നും പറഞ്ഞ് ഇതൊക്കെ അങ്ങോട്ട് ചെയ്യാ. ഇതൊക്കെ ഇസ്ലാമികമായി അംഗീകരിക്കാൻ പറ്റുമോ? മരപ്രതിമയുണ്ടായിട്ട് അഗ്നിഹോമം നടത്തി ശൈത്താനെ പ്രീതിപ്പെടുത്തുക. ചിലപ്പോ പ്രശ്നമൊക്കെ മാറും. കാരണം ശൈത്താൻ ഇതൊക്കെ ഇഷ്ടമാ. എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തല്ലേ. 2 മാസം മാറി ഇന്ന് വരും, 3-ാമത്തെ മാസം പിന്നെയും വരും. ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ ചികിത്സിക്കുവിൻ, ദിക്റും ദുആക്കളിലൂടെയും നിങ്ങൾ ചികിത്സിക്കുവിൻ. ഇത് ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത മാർഗങ്ങളിലൂടെ, ഇസ്ലാമിന് ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത മാർഗങ്ങളിലൂടെ പട്ടു വിരിച്ചിട്ട് പ്രശ്നം മാറ്റുക, വിളക്ക് കത്തിക്കുക, ആണിയടിക്കുക. അവിടെ കൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും കേന്ദ്രങ്ങൾ പറഞ്ഞു തരും. ശിർക്ക് കൊടികുത്തി വാഴുന്ന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി കോഴി അറുത്തു കൊടുക്കണം, ആടിനെ അറുത്തു കൊടുക്കണം, തേങ്ങ ഉടയ്ക്കാൻ വേണ്ടി പോണം. ഇതൊന്നും ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റൂല. ഇസ്ലാമിന് ഇതിനു വേണ്ടി കുറെ ആളുകൾ, കുറെ ഉസ്താദുമാര്, കുറെ ജിന്നുമ്മമാര്, സഹോദരിമാരൊക്കെ ഓർത്തോളും. ജിന്നുമ്മമാര് എന്ത് സൃഷ്ടിയായത്? അള്ളാഹുവിന്റെ ദുനിയാവിൽ ജിന്നുമ്മ എന്നു പേരുള്ള ഒരു സൃഷ്ടിയോ? ഇതെന്താ സാധനം? ഏതെങ്കിലും ലോക്കൽ ഏരിയയിൽ കുളിയില്ല, നിസ്കാരമില്ല, ദീനുമില്ല, പർദ്ദയില്ല, വയറും കാണിച്ച് നെഞ്ചും തുറന്നിട്ട് ഏതെങ്കിലുമൊക്കെ കുറെ താത്താമാരിരുന്ന് പിച്ചും പേയും പറയും. ചൊവ്വാഴ്ച 4 മണിയാകുമ്പോഴത്തേക്ക് ആള് വരും, ബുധനാഴ്ച ആള് വരും, ഹാജറാവുക. പിന്നെ എന്തെങ്കിലുമൊക്കെ പിച്ചും പേയും പറയാ. നിസ്കാരം പോലും നേരെ ചൊവ്വ ഉണ്ടാവൂല. ജിന്നുമ്മാണത്രേ, ജിന്നുമ്മ. എന്നിട്ട് പറഞ്ഞെന്താ, ഒരു ഉളുപ്പ് വേണ്ടേ പറയുന്നതിന്? മുഹീദ്ദീൻ ഷെയ്ഖ് വരുന്നു, മുഹീദ്ദീൻ ഷെയ്ഖ് വരുന്നു, അജ്മീർ ഷെയ്ഖ് വരുന്നു. ആരൊക്കെ? കുളിയും നിസ്കാരവും നനയും വൃത്തിയൊന്നും ഇല്ലാത്ത സ്ത്രീകളുടെ അടുത്തേക്കാണോ മഹത്തുക്കളായ ഔലിയാക്കൾ വരുന്നത്? നഊദു ബില്ലാഹ്. അങ്ങനെ മരിച്ചുപോയവര് തിരിച്ചു വരുന്ന പരിപാടി ഇസ്ലാമിലുണ്ടോ? മുഹീദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ടു, അജ്മീർ ഷെയ്ഖ് മരണപ്പെട്ടു.
ഔലിയാക്കൾ മരണപ്പെട്ടവരുണ്ട്. അവര് മരിച്ചു കഴിഞ്ഞ് എത്രയോ 1000 കൊല്ലം കഴിഞ്ഞാലും ഇവര് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ നടത്തുക. ഇനി അങ്ങനെ വരാനാണെങ്കിൽ തന്നെയും ഈ കുളിയും നനയും വൃത്തിയും ഒന്നുമില്ലാത്ത സ്ത്രീകളുടെ പുറത്തേ വരുള്ളൂ. ഇവിടെ എത്രയോ ജീവിച്ചിരിക്കുന്ന വലിയ വലിയ നല്ലവരായ ഉസ്താദുമാരുണ്ട്. ഒരു ഹറാമ് ചെയ്യാത്ത കറാഹത്തിനെ പോറ്റി പോലും ചിന്തിക്കാത്ത ഉസ്താദുമാരുണ്ട്. സദാസമയം ഖുർആനും ഹദീസുമായി ബന്ധപ്പെടുന്നവർ. ഇവരുടെ ഒന്നും അടുക്കലും മുഹീദ്ദീൻ ഷെയ്ഖും വരുന്നില്ല, അജ്മീർ ഷെയ്ഖും വരുന്നില്ല. ആളുകളെയും പറ്റിച്ച് കേസും പ്രശ്നവും കുഴപ്പവും കഞ്ചാവും മയക്കുമരുന്നും കള്ളനോട്ടടിയായിട്ട് നടക്കുന്നവരത്തൊക്കെ ഇത് വരുന്നത്. നമ്മൾ ഇതൊക്കെ വിശ്വസിക്കുക. എന്നിട്ടെന്താ നമ്മൾ കണ്ടില്ലേ കഴിഞ്ഞ വിശുദ്ധ റമളാനില് 500 പവൻ സ്വർണം അത് ഇരട്ടിപ്പിച്ചു കൊടുക്കാന്നും പറഞ്ഞൊരു ജിന്നുമാ കാസർഗോഡ് ജില്ലയിൽ. എപ്പോഴാ? റമളാനിലെ 500 പവൻ സ്വർണം. ഒരു സ്വർണ്ണക്കടക്കാരന് അത് വാങ്ങി അവസാനം അയാളെ തലക്കടിച്ചു കൊന്നു കളഞ്ഞു. ഓർത്തു നോക്കി എന്തൊക്കെ പരിപാടികളാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഒരിക്കലും ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ പാടില്ല. ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വാസ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ നന്മകളെ അല്ലാഹു തആല സ്വീകരിക്കുന്നതല്ല. നമ്മുടെ നന്മകളെ അല്ലാഹു തആല നശിപ്പിച്ച് കളയുന്നതാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു തരികയാ, മൻ അതാ അറാഫാ ഫസഅലഹു അൻ ശൈഇ ഫസദ്ദഖഹു ലം തുഖബൽ ലഹു സ്വലാത്തു 40 ലൈല. കേൾക്കുക സഹോദരങ്ങളെ, കേൾക്കുക സഹോദരിമാരെ, ആത്മീയ രംഗത്ത് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ അമലുകളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുന്നതല്ല. ഹബീബായി റസൂൽ പഠിപ്പിക്കുന്നു, മൻ അതാ അറാഫാ, ആരെങ്കിലും ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് പോയാൽ, വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ അംഗീകരിക്കാത്ത നിലയിൽ മന്ത്രിക്കലായാലും ചികിത്സയായാലും ദുർമന്ത്രവാദമായാലും അത് നടത്തുന്നവരുടെ അടുക്കലേക്ക് ആരെങ്കിലും പോയാൽ ഫസഅലഹു അൻ ശൈഇ, എന്നിട്ട് അവരോട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പരിഹാരം ചോദിക്കുകയാ. ഫസദ്ദഖഹു, അവര് പറയുന്നതൊക്കെ വിശ്വസിക്കുകയും അവര് പറയുന്നത് പോലെ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്താൽ, ഒന്നോർത്തു നോക്കട്ടെ, അത് താടിയും നീട്ടി വളർത്തിയിട്ട്, അത് വെള്ളയും ധരിച്ചിട്ട്, നീളം തലപ്പാവും ധരിച്ച് ഷാളും ഇട്ടിട്ട് തസ്ബീഹുമാലയും പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദെന്ന പേരിലുള്ള ദുർമന്ത്രവാദിയായാലും, അത് പച്ചപ്പട്ടും വിരിച്ചിരിക്കുന്ന ആളുകളായാലും, അത് കാഷായം വേഷം ധരിച്ചിരിക്കുന്നവരായാലും, അവരുടെ അടുക്കലേക്ക് നിങ്ങളൊന്നു പോയാൽ, അവരോട് നിങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പരിഹാരം ചോദിക്കുന്ന അവസ്ഥ വന്നാൽ, ഹബീബായ മുത്ത് റസൂൽ പഠിപ്പിച്ചു തരികയാ, ലം തുഖബൽ ലഹു സ്വലാത്തു 40 ലൈല. അങ്ങനെ പോകുന്ന ആളുകളുടെ 40 ദിവസത്തെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ഒരൊറ്റ തവണ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയാൽ നിന്റെ 40 ദിവസത്തെ നിസ്കാരം പടച്ച തമ്പുരാന് വേണ്ട. ആ 40 ദിവസത്തെ നിസ്കാരവും പടച്ചവൻ തള്ളിക്കളയുകയാ. ആ നിസ്കാരത്തിലൂടെയുള്ള നന്മകൾ മുഴുവനും നശിപ്പിച്ച് കളയുകയാ. നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് വന്നാൽ നിസ്കാരത്തിന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് നാശത്തിന്റെ ഭവനമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതാ. അതുകൊണ്ട് തീരുമാനമെടുത്തോ, എന്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും, എന്റെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടായാലും ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കാത്ത ഇപ്രകാരമുള്ള മന്ത്രവാദികളുടെ അടുക്കൽ ഞാൻ പോകൂല. നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതാ. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ ഹബീബ് കുറച്ചുകൂടി കടുത്ത ഭാഷയിലല്ലേ പറഞ്ഞത്, മൻ അതാ കാഹിനാ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്
മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നു, മൻ അതാ കാഹിന, ആരെങ്കിലും ഇങ്ങനെയുള്ള ജ്യോതിഷന്മാരുടെ ജ്യോത്സ്യന്മാരുടെ മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോയാൽ ഫസദ്ദഖഹു ബിമാ യഖൂൽ, അവർ പറയുന്നത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ട മുഴുവൻ കാര്യങ്ങളിലുമുള്ള അവന്റെ വിശ്വാസം അവന് നഷ്ടമായി പോയി. അവന്റെ ഈമാൻ അവന് നഷ്ടമായി പോയി. ഈമാനില്ലാതെ പിന്നെ അമൽ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഈമാനില്ലാതെ പിന്നെ നിസ്കരിച്ചിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരിക്കലും അങ്ങനെയുള്ള ചതിക്കുഴികളിലേക്ക് ചെന്ന് വീഴാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് ഇഷ്ടപ്പെട്ട മാർഗ്ഗങ്ങളിലൂടെ കടന്നു പോവുക. ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഈ ദുർമന്ത്രവാദത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നത് എന്തിനാ? അഗ്നിഹോമം നടത്തുക. വീടുകളിൽ അഗ്നിഹോമം നടത്തുന്ന കാക്കാമാരുണ്ട്. ഇത് ഇസ്ലാമിനെ അംഗീകരിക്കാൻ പറ്റൂല. ഇത് ഇസ്ലാമികമായ ഒരു ചികിത്സയല്ല. ഞാൻ പറയുന്നു, ഇസ്ലാം അംഗീകരിച്ച ചികിത്സയുണ്ട്. വീണ്ടും പറയുന്നു, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അംഗീകരിച്ച ചികിത്സ, ശറഅ അംഗീകരിച്ച റുഖിയ ഉണ്ട്. നമുക്കൊരു പ്രശ്നം വന്നു, ഒരു പ്രയാസം വന്നു, ഉസ്താദിന്റെ അടുത്ത് പോയി, അല്ലെങ്കിൽ അത് അറിയുന്ന നല്ല നല്ല തങ്ങന്മാരുടെ അടുത്ത് പോയി. അവർ അൽഹംദുലില്ലാ ഇതിനെയൊക്കെ ബാത്തിലാക്കുന്ന ശിഫാഇന്റെ ആയത്തുകൾ ഓതി, ഹിഫ്ളിന്റെ ആയത്തുകൾ നമുക്ക് ഓതി തന്നു, അതിന്റെ സൂറത്തുകൾ പഠിപ്പിച്ചു, അതിന്റെ രീതികൾ പഠിപ്പിച്ചു, ഇന്ന ഇന്ന അമലുകൾ ചെയ്യാൻ പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല കാര്യം. നമ്മുടെ തലയ്ക്ക് പിടിച്ച് ഓതി തന്നു. നമ്മളോട് ജീവിതത്തിൽ ചില ചിട്ടവട്ടങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നല്ല, നമ്മൾ ചെയ്യണം. ഇതൊക്കെ നമ്മൾ ചെയ്യണം. ഇതൊക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം തന്നെയാ. പക്ഷേ അതിനപ്പുറം ഇസ്ലാമിന് അംഗീകരിക്കാൻ പറ്റാത്ത ഇപ്രകാരമുള്ള കാര്യങ്ങൾ, ഇസ്ലാമുമായിട്ട് ഇതിനൊരു ബന്ധവുമില്ല. എന്തൊക്കെ വാർത്തകളും എന്തൊക്കെ കാര്യങ്ങളുവാ. ഒരിക്കലും മലപ്പുറത്ത് നമ്മൾ കേട്ടതെന്താ? വീട്ടിലെ കുടുംബനാഥൻ മരിച്ചു, ഭർത്താവ് മരിച്ചു. വീട്ടുകാര് ഇതൊന്നും പുറത്തറിയിക്കാതെ, ഇതൊന്നും ആരെയും അറിയിക്കാതെ, ആ മയ്യത്ത് മറവ് പോലും ചെയ്യാതെ വീട്ടിന്റെ ഉള്ളിൽ ഒരു മുറിയിൽ ഈ ശവം ഇങ്ങനെ ഇട്ടിരിക്കുക. തുണിയും പുതപ്പിച്ചിട്ടിട്ടുണ്ട്. വീടെല്ലാം അടച്ചുപൂട്ടിയിട്ടു. നാട്ടുകാർക്ക് സംശയമായി, വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. അവസാനം നാട്ടുകാർ ഒന്നടങ്കം ചെന്ന് കതക് ചവിട്ടി പൊളിച്ചു നോക്കുമ്പോ ഭാര്യയും മക്കളുമെല്ലാം ഈ ശവത്തിന്റെ ചുറ്റും എന്തൊക്കെ ഓതുക. നോക്കുമ്പോ ശവം ചീഞ്ഞളഞ്ഞു. കുറെ ബ്ലീച്ചിങ് പൗഡറൊക്കെ വാരിയിട്ടിട്ടുണ്ട്. കാരണം ഭർത്താവ് മരിച്ചുപോയപ്പോ ഏതോ ഒത്താത് പറഞ്ഞു അത്രേ, ഞാൻ ജീവൻ തിരിച്ചു തരാം, ഞാൻ മന്ത്രിച്ചിരുന്ന ബ്ലീച്ചിങ് പൗഡർ ഇതിലിട്ടാ മതി. 3-4 ദിവസമായി, ഒരാഴ്ചയോളമായി അത് ചീഞ്ഞ് നാറാൻ തുടങ്ങി. മരിച്ചുപോയവനെ ജീവൻ തിരിച്ചു തരാമെന്ന് ഏതെങ്കിലും തലയ്ക്ക് വെളിവില്ലാത്തവൻ പറഞ്ഞാൽ അതും വിശ്വസിച്ച് അവൻ ഓതിത്തരുന്ന ബ്ലീച്ചിങ് പൗഡറും വാരി വിതറി ശവത്തിന് കാവലിരിക്കുന്നു മുസ്ലിം ഉമ്മത്ത്. നമ്മൾ കേട്ടിട്ടുള്ള വാർത്തകളല്ലേ. ഏതെല്ലാം ചികിത്സകള്. ശൈത്താൻ ബാധ പ്രശ്നമുണ്ടായ പെൺകുട്ടിയെ മലർത്തിക്കിടത്തി കമഴ്ത്തിക്കിടത്തി വായിൽ കുപ്പി തിരികിയിട്ട് നട്ടല് ചവിട്ടി ഓടിച്ചിട്ട് കൊന്നുകളയുക. പാവപ്പെട്ട സമൂഹത്തിന്, സമുദായത്തിന് ഇത് ചികിത്സയാണ്, പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുന്ന പരിപാടികള്. ഇതൊക്കെ ഉസ്താദും മുസ്ലിയാരും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന, ഇവർക്ക് അറബിയൊക്കെ പറയാൻ അറിയാം, ദുആ ഒക്കെ പറയാൻ അറിയാം, വലിയ വെള്ളക്കയുടെ വലിപ്പമുള്ള ഒരു മോതിരമൊക്കെ കയ്യിലുണ്ടാവും. നമുക്കതൊക്കെ ആണല്ലോ. വലിയ വെള്ളക്കയുടെ വലിപ്പമുള്ള മോതിരം ഉണ്ടാവും, ഭയങ്കര ഗോപുരം പോലത്തെ ഒരു തൊപ്പി ഉണ്ടാവും, പച്ച ഷാളുണ്ടാവും, അത്തറിന്റെ വാസന ഇങ്ങനെ കിലോമീറ്ററോളം വീശി അടിക്കും. ഭയങ്കരമായ തഖ്വയും ഭയങ്കരമായ പ്രകടനങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിതൊക്കെ കിട്ടിയാ മതി, നമുക്കിതൊക്കെ കിട്ടിയാ മതി. കണ്ണുമടച്ച് വിശ്വസിക്കുക, അവരുടെയൊക്കെ കേന്ദ്രങ്ങളിലേക്ക് പോവുക, എന്നിട്ട് പ്രശ്നപരിഹാരങ്ങൾ നടത്തുക. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ സയ്യിദുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, ആരെങ്കിലും ഒരാൾ അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് പോയാൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 ലൈല, 40 ദിവസത്തെ അവന്റെ നിസ്കാരം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കില്ല.
40 ദിവസത്തെ അവന്റെ നിസ്കാരം പടച്ച തമ്പുരാന് വേണ്ട. എന്ന് മാത്രമല്ല മറ്റൊരിക്കൽ ഹബീബായ റസൂല് പറഞ്ഞു, ആരെങ്കിലും അങ്ങനെ പോയാൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ അവതരിപ്പിക്കപ്പെട്ടതിനെ മുഴുവനും നിഷേധിച്ചവനായി. കൊണ്ട് പാടില്ല. പിന്നെ നമ്മളൊക്കെ തോന്നും ഇതൊക്കെ ഇവര് പറയുന്നതിലൊക്കെ എന്തോ കാര്യമുണ്ടല്ലോ, ആ ഉസ്താദ് പറയുന്നതൊക്കെ ശരിയാ, അന്നേ പറഞ്ഞ അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യണം. പക്ഷെ നമ്മളത് കേട്ടില്ല, ഇപ്പൊ കണ്ടില്ലേ. അനുഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടിക്കും ഇങ്ങനെയുള്ള കേന്ദ്രങ്ങൾക്കൊന്നും പോകരുത്, അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കരുത് എന്ന നിലയിൽ റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുമ്പോ സഹാബാക്കൾ പറഞ്ഞു, നബിയെ കുന്നാ റിജാലുൻ യഅതൂനൽ കുഹാൻ, ഞങ്ങളുടെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഞങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കൊക്കെ പോകുമായിരുന്നു നബിയെ. എന്നിട്ട് സഹാബത്ത് പറയാ, നബിയെ അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ, അവര് പറയുന്നതൊക്കെ ശരിയാണല്ലോ, അതങ്ങനെ സംഭവിക്കും, ഇതിങ്ങനെ സംഭവിക്കും, ആ കല്യാണം നടത്തരുത്, ആ വീട്ടിൽ താമസിക്കരുത്, ആ കച്ചവടം തുടങ്ങരുതെന്നൊക്കെ അവര് പറഞ്ഞു. നമ്മളത് കേട്ടില്ല. പക്ഷെ അവര് പറഞ്ഞ പോലെ അവസാനം ഇതൊക്കെ പാതി വഴിയിൽ മുടങ്ങി, കുഴപ്പവും പ്രശ്നമൊക്കെ ഉണ്ടായി. അപ്പൊ അവര് പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവൂലേ? നമുക്കൊക്കെ അത് തോന്നൂലേ? ഈ പറയുന്നതൊക്കെ കൃത്യമാണ്, പറയുന്നതൊക്കെ കറക്റ്റാണ്, നമ്മളങ്ങ് ചെന്നിരുന്നാ മതി, നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോ എന്താ പടച്ചോനെ എന്ത് വലിയ കാര്യ എന്നൊക്കെ നമുക്ക് തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കളും ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കുക, നബി ഇങ്ങനെയൊക്കെ അവര് പറയാണല്ലോ, പിന്നെ എങ്ങനെയാ നബിയെ ഞങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത്? സഹാബാക്കൾ പറയുന്നു, ഒരിക്കൽ ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തിരിക്കുമ്പോ നമ്മൾ ആകാശത്ത് നിന്ന് നക്ഷത്രം ഇങ്ങനെ എരിഞ്ഞു വീഴുന്ന ഒരു കാഴ്ച പലരും കണ്ടിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഒഴിഞ്ഞ പാടങ്ങളിലൂടെയൊക്കെ നടന്നു പോകുമ്പോ ഇങ്ങനെ നക്ഷത്രം എറിയുക എന്ന് പറയും, അതിന് കൊല്ലിയാൻ എറിയുക എന്നൊക്കെ പല നാടുകളിലും പറയും. പലരും കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഒരു കാഴ്ച. അതിങ്ങനെ പെട്ടെന്ന് നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ എരിഞ്ഞു വീഴും, ആകാശത്ത് നിന്ന് ഇങ്ങനെ എരിഞ്ഞു വീഴുന്നത് പോലെ തോന്നും. ഒരാളൊന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കാനുള്ള സമയം പോലും നമുക്ക് കിട്ടില്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ സഹാബാക്കൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഉടൻ തന്നെ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ മാ കുന്തും തഖൂലൂന ഫിൽ ജാഹിലിയ്യത്തി ബിമിസ്ലി ഹാദാ, ഇതുപോലെയുള്ള കാഴ്ചകൾ കണ്ടാൽ ജാഹിലിയ കാലഘട്ടത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി എന്താണ് പറഞ്ഞിരുന്നത് സഹാബാ? ഏ സഹാബാ, ഇങ്ങനെ ഒരു കാഴ്ച കണ്ടാൽ, നക്ഷത്രം എരിഞ്ഞു വീഴുന്ന പോലെ ഒരു കാഴ്ച കണ്ടാൽ അതിനെപ്പറ്റിയിട്ട് ജാഹിലിയത്തിൽ നിങ്ങൾ പറഞ്ഞതെന്തായിരുന്നു സഹാബാ? സഹാബാക്കൾ പറഞ്ഞു, അതിനെപ്പറ്റി ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹു വറസൂലുഹു അഅലം, ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അല്ലാഹുവിനും അവന്റെ റസൂലിനും തന്നെ അറിയാം. എന്നാലും ഒന്ന് പറയട്ടെ, വകുന്നാ നഖൂൽ, ജാഹിലിയ കാലത്ത് ഇങ്ങനെയുള്ള കാഴ്ച കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെപ്പറ്റി പറയുന്നത് എന്താണെന്നറിയുമോ? ഉലിദൽ ലൈലത റജുലുൻ അളീം, ഈ രാത്രി എവിടെയോ ഒരു മഹാനായ വ്യക്തി ജനിച്ചിരിക്കുകയാ. നക്ഷത്രം എറിയപ്പെട്ടതായി കണ്ടാൽ എവിടെയോ ഒരു മഹാനായ വ്യക്തി ഇതാ പ്രസവിക്കപ്പെട്ടിരിക്കുന്നു. ആരോ അങ്ങനെ ഒരു മഹാനായ കുഞ്ഞ് ജനിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ പറയുമായിരുന്നു. അതല്ല എങ്കിൽ അതല്ലെങ്കിൽ ഒരു മഹാനായ വ്യക്തി മരിച്ചിരിക്കുകയാ. ഒന്നുകിൽ എവിടെയോ ഒരു മഹാൻ ജനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയോ ഒരു മഹാൻ മരിച്ചിരിക്കുന്നു. ഇത് രണ്ടിൽ ഏതോ ഒരു കാര്യം സംഭവിച്ചിരിക്കുകയാ എന്നാണെന്ന് ഞങ്ങൾ ഇതിനെപ്പറ്റി പറയുമായിരുന്നു നബിയേ. ഹബീബായ റസൂൽ പറഞ്ഞു, ഒരിക്കലുമില്ല സഹാബാ, കാര്യം അങ്ങനെയല്ല സഹാബാ. ഏതെങ്കിലും ഒരു വ്യക്തി ജനിച്ചത് കൊണ്ടോ ഏതെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടത് കൊണ്ടോ ഇപ്രകാരം നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നതല്ല സഹാബാ. എന്നിട്ട് ഹബീബായ റസൂല് പറയുന്നു, സഹാബാ, ഇങ്ങനെ നക്ഷത്രം എറിയപ്പെട്ടതായി നിങ്ങൾ കാണുന്നത് എങ്ങനെയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാ,
അല്ലാഹു തആല അവന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഭൂമിയിലെ മനുഷ്യരുടെ കാര്യത്തിലുള്ള തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുകയാ. പാപ്പാങ്കുളങ്ങര മഹല്ലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകൻ, അവന്റെ ആദ്യത്തെ വിവാഹം 6 മാസത്തിലധികം നീണ്ടുപോവില്ല, അത് ത്വലാഖിലായി പോകുന്നതാ. അവൻ വീണ്ടും ഒരു കല്യാണം കഴിക്കും, അതിലവന്റെ ജീവിതം കൃത്യമാകുന്നതാ. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ ഭൂമി ലോകത്തുള്ള ഏതെങ്കിലും ചില ആളുകളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള പടച്ചവന്റെ തീരുമാനം, അവന്റെ വിധികള് അല്ലാഹു തആല അവന്റെ അർശിലിരുന്ന് പ്രഖ്യാപിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുകയാ. അല്ലാഹുവിന്റെ ഈ തീരുമാനം അറിയുമ്പോൾ അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളുണ്ട്. ആ മലക്കുകൾ ഉറക്കെ തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങും. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളെ തസ്ബീഹ് ചൊല്ലുന്നത് കേട്ടിട്ട് അതിന് തൊട്ട് താഴെയുള്ള മലക്കുകളും തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും, ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകളും ചൊല്ലും. അങ്ങനെ ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും തസ്ബീഹ് ചൊല്ലുന്നതാ. ഈ തസ്ബീഹിന്റെ ശബ്ദം കേട്ടിട്ട് ആകാശത്തും ഭൂമിയിലുമുള്ള മുഴുവൻ മലക്കുകളും ഇങ്ങനെ ഉറക്ക തസ്ബീഹ് മുഴക്കാൻ തുടങ്ങുകയാ. ഇങ്ങനെ തസ്ബീഹ് മുഴക്കി അവസാനത്തെ മലക്കാകുമ്പോൾ ഈ മലക്ക് തന്റെ മുകളിലുള്ള മലക്കുകളോട് ചോദിക്കും, തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ? അവര് പറയും, മുകളിലുള്ളവര് ചൊല്ലിയത് കൊണ്ടാ. അവര് മുകളിലുള്ളവരോട് ചോദിക്കും, നിങ്ങൾ ചൊല്ലിയത് എന്തിനാ? അവർക്ക് മുകളിലുള്ളവരോട് ചോദിക്കുന്നതാ. അങ്ങനെ ഈ ചോദ്യം കടന്ന് അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകളിലേക്ക് എത്തുന്നതാ. നിങ്ങൾ തസ്ബീഹ് ചൊല്ലാൻ കാരണമെന്താ? ആ മലക്കുകൾ പറയും, അല്ലാഹു ഭൂമി ലോകത്തുള്ള മനുഷ്യരുടെ കാലത്തിന്റെ ഇന്ന തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാ. ഈ തീരുമാനങ്ങൾ കേട്ടിട്ടാ ഞങ്ങൾ തസ്ബീഹ് ചൊല്ലിയിരിക്കുന്നത്. ആ തീരുമാനങ്ങളും മലക്കുകൾ പറയുകയാ. അർശ് ചുമക്കുന്ന മലക്കുകൾ ആ കാര്യം തീരുമാനങ്ങൾ പറയുമ്പോ പാപ്പാങ്കുളം മർഹല്ലിലെ ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ ഒന്നാമത്തെ വിവാഹം ത്വലാഖിലാകുന്നതാ. രണ്ടാമത്തെ വിവാഹം കുടുംബജീവിതം ഖൈറിലാകുന്നതാ. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ മലക്കുകൾ ചർച്ച ചെയ്യുകയാ. ആകാശത്തുള്ള മുഴുവൻ മലക്കുകളും ഇതിങ്ങനെ പരസ്പരം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അർശിലിരുന്ന് നടത്തുന്ന ചർച്ചകള് ഒളിഞ്ഞു നിന്ന് കേൾക്കാനായി ശൈത്വാന്മാര് വരുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മലക്കുകൾ പടച്ചവന്റെ തീരുമാനം ചർച്ച ചെയ്യുമ്പോൾ അതൊളിഞ്ഞു നിന്ന് കേൾക്കാൻ, മേഘങ്ങളുടെ ഇടയിൽ മറഞ്ഞു നിന്ന് കേൾക്കാൻ ചില ശൈത്താന്മാര് കടന്നു വരുന്നതാ. ഈ ശൈത്താന്മാര് ഒളിഞ്ഞു നിന്നുകൊണ്ട് മലക്കുകളുടെ ചർച്ചകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ മലക്കുകള് ഈ ശൈത്താന്മാരെ നക്ഷത്രമെടുത്ത് എറിഞ്ഞോടിക്കുന്നതാണ്, നക്ഷത്രമെറിയപ്പെടുന്നതായി നിങ്ങൾ കാണുന്നതെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? അല്ലാഹുവിന്റെ അർശ് ചുമക്കുന്ന മലക്കുകൾ തസ്ബീഹ് ചൊല്ലും. ഇത് കേട്ടിട്ട് അടുത്ത മലക്കുകൾ സഫ് കെട്ടുന്നത് മുകളിൽ നിന്ന് താഴോട്ടാ. അപ്പൊ താഴത്തെ മലക്കും ചൊല്ലും, അടുത്ത മലക്കും ചൊല്ലും. അങ്ങനെ ചൊല്ലി ഭൂമിയുടെ തൊട്ടു മുകളിലുള്ള ആകാശത്തിലുള്ള മലക്കുകൾ വരെ തസ്ബീഹ് ചൊല്ലും. എന്നിട്ട് അവര് ചോദിക്കും, എന്തിനാ തസ്ബീഹ് ചൊല്ലിയത്? ഈ ചോദ്യം കടന്ന് അർശ് ചുമക്കുന്ന മലക്ക് വരെ എത്തും. അപ്പൊ ആ മലക്ക് പറയും, അല്ലാഹു തആല മനുഷ്യരുടെ കാര്യത്തിൽ ഇന്ന തീരുമാനമെടുത്തു. ഒരു ഉദാഹരണത്തിന് പാപ്പാങ്കുളങ്ങര മഹല്ലില് ഇന്ന ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ വിവാഹ കാര്യം, ആദ്യത്തെ വിവാഹം 6 മാസത്തിൽ കൂടുതൽ പോവില്ല, അതൊഴിയും. പിന്നെ അടുത്ത കല്യാണം അതിലായിരിക്കും റാഹത്താവുന്നത്. ഇതുൾപ്പെടെ പല കാര്യങ്ങളും. അപ്പൊ മലക്കൾ ഇങ്ങനെ അവർക്കിടയിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യും. ഇത് ചർച്ച ചെയ്യുമ്പോൾ ശൈത്താന്മാര് വന്ന് മേഘത്തിന്റെ പിന്നാലെ ഒളിഞ്ഞു നിന്ന് കേൾക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മലക്കുകൾ കാണും, മലക്കുകൾ നക്ഷത്രത്തെ എടുത്ത് എറിഞ്ഞോടിക്കും. ഖുർആൻ പറയുന്നുണ്ട്, ശിഹാബർ റസദാ, എടുത്ത് എറിഞ്ഞോടിക്കും. കുറച്ച് കേൾക്കുമ്പോ തന്നെ എറിഞ്ഞോടിക്കും. ഈ എടുത്ത് എറിയുന്നതാണ് നക്ഷത്രം എറിയുന്നതായി കാണുന്നത്.
എന്നിട്ട് റസൂലുള്ള പറഞ്ഞു തരിക, ഈ ഒളിഞ്ഞു നിന്ന് കേട്ട ശൈത്താന്മാരുണ്ടല്ലോ, ഈ ശൈത്താന്മാര് ഈ ദുനിയാവിലെ ഈ ദുർമന്ത്രവാദികളെ, ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന ഈ പ്രവചനവും ജ്യോതിഷവും ഒക്കെ നടത്തുന്ന ആളുകളാണ് ഈ ശൈത്താന്മാർ. ഇതൊക്കെ പൈശാചിക സേവയാണ്. അപ്പോഴായിരിക്കും പാപ്പാങ്കുളങ്ങര മഹല്ലില് ആജിയാരുടെ രണ്ടാമത്തെ മകന് ഒരു വിവാഹാലോചന വരുന്നു. അപ്പോ എന്താ നടത്തണോ വേണ്ടയോ ചർച്ചകൾ, കാര്യങ്ങൾ അതാണ് ഇതാണ് പറഞ്ഞിട്ടിരിക്കുമ്പോ ആജിയാരുടെ ഭാര്യ പതുക്കെ തീരുമാനിക്കും, മറ്റേ ഉസ്താദ് ഉണ്ടല്ലോ ഒന്ന് പോയി ചോദിച്ചിട്ട് വരാം. നമുക്ക് വിസിറ്റിംഗ് കാർഡും ഒക്കെ അടിച്ചിരിക്കുന്ന ആളുണ്ടല്ലോ, അപ്പൊ പുള്ളിക്കാരന്റെ അടുത്ത് പോവാന്നും പറഞ്ഞ് തീരുമാനിച്ച് ആജിയാരുടെ ഭാര്യ നേരെ അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ പറയും, ഉസ്താദെ എനക്ക് മോന്റെ കല്യാണം, ഞാൻ ഇന്ന ആചാര വീട്ടിൽ നിന്ന് വരാ, രണ്ടാമത്തെ മോനാണ്, പേരിതാണ്, പേര് മാത്രം പോരാ, നാളും നക്ഷത്രവും ഒക്കെ കൊടുക്കണം. ഇതൊക്കെ കൊടുത്ത് ഇങ്ങനെ കുറച്ചേരം ഇങ്ങനെ കളമൊക്കെ വരച്ച് ഇങ്ങനെ കണ്ണുവടച്ചിരിക്കും. ഇതിനാന്നറിയോ? ഒളിച്ചു നിന്ന് കേട്ട ശൈത്താൻ വരണം, ശൈത്താന്റെ കൂട്ടുകാരന്മാരായിരിക്കുന്നതൊക്കെ. എന്നിട്ട് എന്ത് ചെയ്യും? ഈ ശൈത്താൻ വന്നിട്ട് ഇയാളടുത്ത് പറഞ്ഞു കൊടുക്കും, ഹാജിയാരുടെ രണ്ടാമത്തെ മകന്റെ വിവാഹമല്ലേ, ആദ്യത്തെ വിവാഹം ഒഴിയും, തൊലാക്കാവും, രണ്ടാമത്തെ വിവാഹം ശരിയാവും, ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. ഈ വന്നു പറഞ്ഞ ശൈത്താനെ കാട്ടി വലിയ ശൈത്താന ഇവിടെ കളവും വരച്ചോണ്ടിരിക്കുന്ന ആള്. പുള്ളിക്കാരൻ പതുക്കെ കയ്യിന്ന് കുറച്ചുകൂടെ അങ്ങോട്ട് ഇടാൻ തുടങ്ങും. അത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഒരാള് ഇത് പ്രശ്നമാണ്, നിങ്ങളെ കല്യാണം നടത്തുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ കല്യാണം നിങ്ങൾ ഒഴിവാക്ക്, ഇത് തൽക്കാലം വേണ്ട എന്നൊക്കെ പറയും. ആചാരുടെ ഭാര്യ തിരിച്ചു പോകും. പക്ഷെ എന്തായാലും ആ കറങ്ങിത്തിരിഞ്ഞ് അവസാനം ആ കല്യാണം നടക്കും. അത് നടക്കണമെന്ന് പടച്ചോന്റെ തീരുമാനമല്ലേ, അള്ളാഹുവിന്റെ തീരുമാനമാണ് നടക്കുക എന്നുള്ളത്. ആ കല്യാണം നടക്കും. 6 മാസം കഴിയുമ്പോ അടിച്ചു പിരിയും, തൊലാക്കാവും അല്ലേ. തൊലാക്കായി കഴിയുമ്പോ ആജിയാരുടെ ഭാര്യയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ആരെയായിരിക്കും? അന്ന് ഈ കല്യാണം നടത്തണ്ട എന്ന് പറഞ്ഞ ഉസ്താദ്. നേരെ ഉസ്താദിന്റെ അടുത്ത് വരും. ഇയാള് കാത്തിരിക്കുക. അപ്പോ ഇയാള് പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ നിങ്ങളുടെ കുടുംബത്തിൽ ആരോ സിഹർ ചെയ്തിട്ടുണ്ട്, അതെനിക്കറിയാം, ശാള പറയില്ല. എല്ലാ മന്ത്രവാദികളുടെ ഒരു ട്രിക്കാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്തിട്ടുണ്ട്, ഞാൻ ആളെ പറഞ്ഞു തരൂല. കുടുംബ പ്രശ്നങ്ങളുടെയൊക്കെ കാരണവും കാര്യവും ഇത് തന്നെയാ. അപ്പോഴത്തേക്ക് ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ ചിന്തിക്കും, നാത്തൂനാണോ അളിയനാണോ ചേട്ടനാണോ, പിന്നെ അവരോടൊക്കെ അസൂയം പ്രശ്നമാവും. ഇതെങ്ങനെയായി പറയുന്നത്? ശൈത്താന്മാർ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വന്ന് പറഞ്ഞു കൊടുക്കുന്നു, പൈശാചിക സേവയാ. ഇതല്ലാതെ ഇതിൽ ഒരു കാര്യവുമില്ല, അല്ലാതെ അതിലൊരു മഹത്വവും ഇല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചതിനപ്പുറം ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോ അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളുടെ, ഇങ്ങനെയുള്ള ആളുകളുടെ, ഇങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ ആരെങ്കിലും പോയാൽ, അവര് പറയുന്നത് കേട്ടാൽ, അവര് പറയുന്നത് അനുസരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നന്മകൾ നഷ്ടപ്പെട്ടു പോയി നരകത്തിലേക്ക് നമ്മൾ ചെന്ന് വീഴുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പോ പക്ഷേ നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുന്ന ഒരു കാര്യം, ചില ആളുകളുണ്ട്, അവരുടെ നന്മകൾക്കൊരു കുറവുമില്ല, ഒരുപാട് നന്മകൾ അവർക്കുണ്ടാകും. മഹാനായ പ്രവാചകർ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പഠിപ്പിച്ചു തരുന്നുണ്ട്, നാളെ പാരത്രിക ലോകത്ത് ധാരാളം നന്മകളായി, നന്മകളുടെ ഭാരക്കെട്ടുകളുമായി ഒരുപാട് മനുഷ്യർ കടന്നു വരും. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, സദഖകളുണ്ട്, ഒരുപാട് നന്മകൾ അവരുടെ കൈവശമുണ്ട്. നന്മകളുടെ ഭാരക്കെട്ടുകളുമായി കടന്നു വരുന്ന ആ മനുഷ്യർ പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോടതിയിൽ നിന്ന് അവരുടെ നന്മകൾ മുഴുവനും അവർക്ക് നഷ്ടമായി, നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് പോകാൻ തയ്യാറായി വന്ന അവർ നാശത്തിന്റെ ഭവനമായ നരകത്തിന്റെ ആഴങ്ങളിലേക്ക് ചെന്നു പതിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുത്തുളി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നന്മകളിൽ നാം വ്യാപൃതരാകുമ്പോഴും ഈ നന്മകൾ നശിപ്പിച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് വളരെ ഗൗരവകരമായി നാം വിലയിരുത്തണം. നമ്മുടെ നന്മകൾ നാം തന്നെ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. നാളെ അള്ളാഹുവിന്റെ മുന്നിൽ പാരത്രിക ലോകത്തെ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. നാം ഇന്ന് ദുനിയാവിൽ ചെയ്യുന്ന ഈ നന്മകളൊക്കെയും
നാളെ ആഖിറത്തിൽ വെച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കണക്കെടുപ്പ് നടത്തും. എല്ലാ നന്മകളുടെയും കണക്കെടുപ്പ് നടത്തും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, യുഹ്ശറുൻ നാസ് ഫീ സ്വഈദിൻ വാഹിദിൻ, ഒരു വിശാലമായ മൈതാനത്ത് ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അല്ലാഹു തആല ഒന്നു ചേർക്കും. എങ്ങനെയാണ്? ഹുഫാത്തൻ ഉറാത്തൻ ഗുർല, പരിപൂർണ നഗ്നരായിക്കൊണ്ട്, നഗ്നപാതരായിക്കൊണ്ട്, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായ നിലയിൽ ലോകത്തുള്ള സർവ്വകോടി മനുഷ്യ മക്കളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മഹ്ശറയിൽ വിളിച്ചു ചേർക്കുന്ന സന്ദർഭമുണ്ട്. ഓരോ മനുഷ്യരും തങ്ങൾക്കൊരു ചെറിയ നന്മയെങ്കിലും കിട്ടിയിരുന്നെങ്കിലും കൊതിച്ചു പോകുന്ന മഹ്ശറ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നല്ലോ, ആ മഹ്ശറയുടെ ഭീതിജനകമായ അവസ്ഥ എങ്ങനെയാ? ഇന്ന് ലക്ഷോപലക്ഷം മൈലുകൾ അകലെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് സൗരോർജം തരുന്നതായ സൂര്യനുണ്ടല്ലോ, ആയതൊരു സൂര്യന്റെ ഉഗ്രതാപം കൊണ്ടാണോ നമുക്കിന്ന് വല്ലാത്ത ഉഷ്ണം സഹിക്കേണ്ടി വരുന്നത്? ആ സൂര്യനെ പടച്ച തമ്പുരാൻ തലയുടെ തൊട്ടുമുകളിൽ കൊണ്ടുവന്ന് നിർത്തുന്ന മഹ്ശറ. ഓരോ മനുഷ്യരും ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ തെറ്റിന്റെ അളവനുസരിച്ച് വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വിയർപ്പിൽ മുങ്ങിമറിയുന്ന മഹ്ശറ. ചില ആളുകളുടെ പാദം കാല് വരെ വിയർപ്പാണ്, ചിലരുടെ മുട്ടുകാല് വരെ വിയർപ്പാണ്, ചിലരുടെ തൊട വരെ വിയർപ്പാണ്, ചിലരുടെ അരവരെയും വിയർപ്പാണ്. എന്നാൽ ചിലരോ വെട്ടിത്തിളയ്ക്കുന്ന ദുർഗന്ധം വമിക്കുന്നതായ വിയർപ്പിൽ ഇങ്ങനെ മുങ്ങിമറിയാൻ തുടങ്ങുന്നതായ മഹ്ശറ. കട്ടിച്ചമ്പ് വാകിയ തറയിൽ, ചെരുപ്പില്ലാതെ തറയിൽ ഇങ്ങനെ ചവിട്ടി നിന്നിട്ട് ആ ചെമ്പിന്റെ ചൂടിങ്ങനെ മുകളിലേക്ക് ഇരച്ചു കയറിയിട്ട് ആ ചൂട് വന്ന് തലയോട്ടി വരെയും തട്ടിയിട്ട് ആ തലയോട്ടിയുടെ ഉള്ളില് തലച്ചോറ് പോലും തിളച്ചു മറിയാൻ തുടങ്ങുന്ന മഹ്ശറ. ഓരോ മനുഷ്യരും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുന്നിൽ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ യാചിച്ച് കരഞ്ഞപേക്ഷിക്കുന്ന മഹ്ശറ. അന്ന് ഓരോ ചെറിയ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരും കൊതിച്ചു പോകുന്നതാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ. ദുനിയാവിൽ വെച്ച് ഏത് ആര് മനുഷ്യര് എത്രത്തോളം കടുകുമണിയോളം നന്മ ചെയ്തിട്ടുണ്ടോ ആ നന്മയും അവർക്ക് അവിടെ കാണാൻ പറ്റുന്നതാ. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറാ. അതുപോലെ ദുനിയാവിൽ വെച്ചുകൊണ്ടൊരു കടുകുമണിയോളം തിന്മ ചെയ്തിട്ടുണ്ടോ ആ തിന്മയും അവിടെ കാണാൻ പറ്റുന്നതാ. അങ്ങനെ നന്മ തിന്മകളുടെ അളവെടുപ്പ് നടത്തുന്നതായ മഹ്ശറയെ പറ്റിയിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂചിപ്പിക്കുകയാ. യൗമ യറൗനൽ മലായികത ലാ ബുശ്റാ യൗമഇദിൽ ലിൽ മുജ്രിമീൻ. ചില ആളുകളുണ്ട് ദുനിയാവിൽ ഒരുപാട് നന്മ ചെയ്തിട്ടുള്ളവരാ. നിസ്കാരം അവർക്കുണ്ട്, നോമ്പുകൾ ഒരുപാട് അവർക്കുണ്ട്, സദഖകളുണ്ട്, സകാത്തുകളുണ്ട്, സലാത്തുണ്ട്, ദിക്റുകളുണ്ട്. അങ്ങനെ ഒരുപാട് നന്മകൾ അവർ ചെയ്തതാണ്. പക്ഷേ ആ നന്മകളെ നശിപ്പിച്ചു കളയുന്ന കുറ്റകൃത്യങ്ങളും അതോടൊപ്പം ചെയ്തു കൂട്ടിയിട്ടുള്ളവരാ. ഈ നന്മകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്നതായ കുറെ പാപകർമ്മങ്ങളും അതോടൊപ്പം ചെയ്തു കൂട്ടിയിട്ടുള്ളവരാ. ഈ നന്മകളെ കാത്തു സൂക്ഷിക്കാനുള്ള ജീവിത വിശുദ്ധി അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നന്മകളെ മുഴുവനും നശിപ്പിച്ചു കളയുന്നതായ പാപകർമ്മങ്ങൾ ചെയ്ത ചില ആളുകളുണ്ട്. ഖുർആൻ പറയുകയാണ്, നാളെ ആഖിറത്തിൽ അവർ വന്നു നിൽക്കുമ്പോൾ മലക്കുകൾ അവരോട് വിളിച്ചു പറയുകയാണ്, വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. നിങ്ങൾക്ക് ഇന്ന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാ. നിങ്ങളുടെ നന്മകൾ കൊണ്ട് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. നിങ്ങളുടെ സുഹൃതങ്ങൾ നിങ്ങളെ ഒരിക്കലും സ്വർഗത്തിലേക്ക് കടത്തിവിടില്ല. വയഖൂലൂന ഹിജ്റൻ മഹ്ജൂറാ. മലക്കുകളുടെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വരികയാണ്, നിങ്ങളുടെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെടുകയാ. നിങ്ങളുടെ നന്മകളും മുഴുവനും ഉപരോധിക്കപ്പെട്ട് തടഞ്ഞു വെക്കപ്പെടുകയാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ. ദുനിയാവിൽ അവർ അമൽ ചെയ്തു കൂട്ടിയ നന്മകളിലേക്ക് പടച്ചവൻ തിരിഞ്ഞു നോക്കുമത്രേ. ഒരുപാട് നന്മകളുണ്ട്. സുഹൃതകളെന്ന് പറയാൻ പറ്റുന്ന ധാരാളം പ്രവർത്തനങ്ങൾ അവർക്കുണ്ട്.
അല്ലാഹു പറയുന്നു വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ, അവര് ദുനിയാവിൽ ചെയ്ത നന്മകളിലേക്ക് പടച്ച തമ്പുരാൻ തിരിയുകയാ. എന്നിട്ടോ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, ആ നന്മകളെ മുഴുവനും പടച്ച തമ്പുരാൻ തകർത്ത് തവിടു പൊടിയാക്കി മാറ്റുകയാ. ഒരു കാറ്റടിച്ചാൽ പറന്നു പോകുന്ന മൺധൂളികളെ പോലെ, യാതൊരുവിധ പ്രയോജനവുമില്ലാത്ത, യാതൊരുവിധ ശക്തിയുമില്ലാത്ത, യാതൊരുവിധ ഭാരവുമില്ലാത്ത നിസാരമായ മൺപൊടികളെ പോലെ അവർ ചെയ്തുകൊണ്ടുവന്ന ഭാരമേറിയ നന്മകളെ മുഴുവനും പടച്ച തമ്പുരാൻ നശിപ്പിച്ച് കളയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഞാനും നിങ്ങളും ഉൾപ്പെടുന്നതായ മനുഷ്യ സമൂഹത്തിന്, വിശ്വാസ സമൂഹത്തിന് പടച്ച തമ്പുരാൻ ശക്തമായ താക്കീത് നൽകുകയാ. നിങ്ങളുടെ ജീവിതത്തിൽ ചില വിശുദ്ധികൾ കാത്തു സൂക്ഷിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ നന്മകളെ നശിപ്പിച്ച് കളയുന്ന പാപകർമ്മങ്ങളുമായി നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, നിങ്ങളുടെ നന്മകൾ മുഴുവനും ഞാൻ നശിപ്പിച്ച് കളയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഖുർആൻ പറഞ്ഞു തരെ, ആഖിറത്തില് അള്ളാഹുവിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ വലിയ ഭാരമേറിയ നന്മകളുമായിട്ടൊക്കെ കുറെ ആളുകൾ വരും. അല്ലാഹു പറയുന്നു വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമൽ, അവർ കൊണ്ടുവന്ന അമലിലേക്ക് ഞാൻ നോക്കും. എന്നിട്ട് ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, തകർത്ത് തവിടു പൊടിയാക്കി കളയും. അവരുടെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, അവരുടെ നോമ്പ് അല്ലാഹുവിന് വേണ്ട. നമ്മൾ എത്രയോ നന്മകൾ, നമ്മൾ ഈ നന്മകളൊക്കെ ചെയ്യുന്നത് എന്തിനാ? ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുവാനാണോ? ദുനിയാവിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ നമ്മൾ നിസ്കരിക്കുന്നത്? നമ്മൾ പകലന്തിയോളം നോമ്പ് പിടിക്കുന്നത് നമുക്ക് ഇവിടെ എന്തെങ്കിലും സമ്മാനങ്ങളോ പാരിതോഷികങ്ങളോ കിട്ടാൻ വേണ്ടിയിട്ടാണോ? സാധു പെൺകുട്ടികളുടെ വിവാഹം നടത്തുന്നു, അതിനുവേണ്ടി ചെറുപ്പക്കാർ ഓടി നടക്കുന്നു. സ്വർണത്തിന് പണം കൊടുക്കുന്നവരുണ്ട്, വസ്ത്രത്തിന് പണം കൊടുക്കുന്നവരുണ്ട്, ഭക്ഷണത്തിന് പണം കൊടുക്കുന്നവരുണ്ട്. ഇതൊക്കെ ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഈ രാത്രിയുടെ നിശബ്ദതയിൽ ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ നിങ്ങൾ വന്നിരിക്കുന്നത്, ഞാൻ നിങ്ങളോട് ദീനിന്റെ കാര്യങ്ങൾ പറയുന്നത് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാനാണോ? നമ്മുടെയൊക്കെ ലക്ഷ്യം എന്താ? ആഖിറത്തിൽ രക്ഷപ്പെടണം, അള്ളാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടണം, അവിടെ എനിക്ക് പടച്ചവന്റെ പ്രീതിയും പൊരുത്തം കിട്ടണം. അതിന് ഈ നന്മകൾ കാരണമാക്കണം. ഇതല്ലേ നമ്മുടെ ലക്ഷ്യം? എങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹു പറയുക, നിങ്ങൾ ചെയ്യുന്ന നന്മകൾ അത് പരിരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ, നന്മകൾ സംരക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ, ജീവിതത്തിൽ ചില വിശുദ്ധികൾ കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ ഫജഅൽനാഹു ഹബാഅം മൻസൂറാ, നന്മകളെ മുഴുവൻ പടച്ചോ നശിപ്പിച്ചു കളയും. നമ്മുടെ ഒരു നിസ്കാരം അല്ലാഹുവിന് വേണ്ട. എത്ര സുഹൃതങ്ങൾ ചെയ്തു, എത്ര കോടികൾ ചെലവഴിച്ചു, എത്ര ഉറക്കമൊഴിഞ്ഞു, ഒന്നും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ട. പടച്ചോ എല്ലാത്തിനെയും തകർത്ത് തരിപ്പണമാക്കി കളയും. അങ്ങനെ നന്മകൾ നശിപ്പിക്കപ്പെട്ട് നാശത്തിന്റെ ഭവനമായ നരകത്തിലേക്ക് ആ കൂട്ടർ ചെന്ന് വീണുപോകുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ ചില വിശുദ്ധികൾ വേണം. നാം ഏത് നന്മകൾ ചെയ്താലും, നാം എത്ര സുഹൃതങ്ങൾ ചെയ്താലും, ആ നന്മകളെ നശിപ്പിച്ച് കളയുന്നതായ അശുദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുണ്ടോ നാം കൃത്യമായി വിലയിരുത്തണം. ഏത് നന്മകൾ നമ്മൾ ചെയ്യുമ്പോഴും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ വിലയിരുത്തണം, ജീവിത വിശുദ്ധിയോടുകൂടിയാണോ നമ്മൾ ഇത് ചെയ്യുന്നത്? ഏത് നന്മകളായാലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാമത്തെ വിശുദ്ധി, നമ്മുടെ ഏത് നന്മകൾ സ്വീകരിക്കപ്പെടണമെങ്കിലും, നാം ചെയ്യുന്ന നന്മകൾ കൊണ്ട് പ്രതിഫലങ്ങളും പ്രയോജനങ്ങളും നമുക്ക് കിട്ടണമെങ്കിൽ ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ കർമ്മവിശുദ്ധി ഉണ്ടാകണം. നമുക്ക് കർമ്മവിശുദ്ധി ഉണ്ടാകണം, ഉദ്ദേശശുദ്ധി ഉണ്ടാകണം. നാം എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? ഞാൻ നിസ്കരിക്കുന്നത് എന്തിനാ? ഞാൻ നോമ്പ് പിടിക്കുന്നത് എന്തിനാ? ഞാൻ സമ്പത്ത് ചെലവഴിക്കുന്നത് എന്തിനാ? ഉദ്ദേശശുദ്ധി ഉണ്ടാകണം, കർമ്മങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. ഇതില്ല എങ്കിൽ നമ്മുടെ നന്മകൾ കൊണ്ടൊരു കാര്യമില്ല, നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്കൊരു പ്രയോജനവുമില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുത്തളി മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ
നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ ക്രോഡീകരിക്കപ്പെട്ട വിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥങ്ങളുണ്ടല്ലോ. ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളിലും ഒന്നാമത് കൊണ്ടുവരുന്ന ഒരു ഹദീസുണ്ട്. എന്താണ് ആ ഹദീസിന്റെ പ്രാധാന്യത എന്നറിയുവോ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നമ്മെ കർമ്മവിശുദ്ധി പഠിപ്പിക്കുകയാ. അവിടുന്ന് പഠിപ്പിച്ചു തരികയാ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി വമൻ കാനത് ഹിജ്റതുഹു ലിദുനിയാ യുസീബുഹാ അവ ഇംറഅതി യൻകിഹുഹാ ഫഹിജ്റതുഹു ഇലാ മാ ഹാജറ ഇലൈഹി. നബിയുനാ മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ നമ്മെ കർമ്മവിശുദ്ധി പഠിപ്പിച്ചു തരികയാ. അവിടുന്ന് പഠിപ്പിക്കുകയാ, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. ഏത് കർമ്മങ്ങൾ നിങ്ങൾ ചെയ്താലും, ഏത് നന്മകൾ നിങ്ങൾ ചെയ്താലും, ഏതു പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്താലും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്നറിയുമോ? ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പടച്ച തമ്പുരാൻ പരിഗണിക്കുന്നത് നിങ്ങളുടെ ഉദ്ദേശ ശുദ്ധി നോക്കിയിട്ടാ. ഏതുദ്ദേശത്തോടു കൂടിയാണ് നിങ്ങളിത് ചെയ്തത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ടാണോ? സ്രഷ്ടാവായ പടച്ച തമ്പുരാന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണോ? അതോ സൃഷ്ടികളുടെ പൊരുത്തത്തിന് വേണ്ടിയിട്ടാണോ? ഹബീബായ റസൂൽ പറയുന്നു, വഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. ഏത് അമലുകൾ നിങ്ങൾ ചെയ്താലും, എന്തു സുകൃതങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ചാലും, നിങ്ങൾ എന്തുദ്ദേശത്തോടു കൂടിയാണോ അത് ചെയ്തിരിക്കുന്നത് അതനുസരിച്ച് കൊണ്ട് മാത്രമാ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നത്. അഥവാ നമ്മൾ നന്മകൾ ചെയ്യുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണോ? വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. അല്ലാഹു വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ പടച്ച തമ്പുരാന്റെ പ്രതിഫലവും പ്രീതിയും നിങ്ങൾക്ക് കിട്ടുന്നതാ. എന്നാ നിങ്ങൾ അമലുകൾ ചെയ്യുന്നത് സൃഷ്ടികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ജനങ്ങളിൽ നിന്നുള്ള സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ജനങ്ങളിൽ നിന്നുള്ള പേരും പ്രശംസയും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, ദുനിയവിയായ സൗകര്യങ്ങളും സമ്പത്തും കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ, അല്ലാഹുവിൽ നിന്നുള്ള പൊരുത്തം നിങ്ങൾക്ക് കിട്ടുന്നതല്ല. അല്ലാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. അല്ലാഹുവിന്റെ സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല. വ ഇന്നമാ ലികുല്ലി ഇംരിഇം മാ നവാ. പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടണോ എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ നന്മകൾ ചെയ്യണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുക. നമ്മൾ നന്മകൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അല്ലാഹുവിന് വേണ്ടിയിട്ടാണോ? അതല്ല ദുനിയാവിന് വേണ്ടിയിട്ടാണോ? പടച്ചവന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണോ? നമ്മുടെ ഏത് നന്മകളും നമ്മൾ എടുക്കണം. നമ്മൾ നിസ്കരിക്കുന്നത് എന്തിനാ? വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നാശം, നിസ്കരിക്കുന്നവർക്ക് ഒരു നരകമുണ്ട്. വൈലെന്ന പേരിൽ ഭയാനകമായ ഒരു നരകം. കാരണം എന്താ? അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ അല്ലദീനഹും യുറാഊൻ. ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിസ്കരിച്ചതാ. നമ്മളൊന്ന് ഓർക്കണം, ഈ പാതിരാത്രിയുടെ നിശബ്ദതയിൽ വഅലിന്റെ മജ്ലിസിലേക്ക് നമ്മൾ വന്നിരിക്കുമ്പോ ആ വന്നിരുന്നതിന്റെ പിന്നിലുള്ള ചേതോവികാരവും നമ്മുടെ ലക്ഷ്യവും എന്താ? അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവുമാണോ? പടച്ച തമ്പുരാൻ അവൻ എന്നിൽ പൊരുത്തപ്പെടണം, അള്ളാഹുവിനെ പറ്റി പറയുന്ന മജ്ലിസിൽ ഞാൻ വന്നിരിക്കുന്നു, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് വന്നിരുന്നു. അതല്ല വാളൊക്കെ നടക്കുമ്പോൾ പോയില്ലെങ്കിൽ മോശമല്ലേ? ആളുകൾ എന്താ വിചാരിക്കും? ഞാനൊന്ന് വന്നിരുന്നു എന്നൊക്കെ എല്ലാവരും കാണണം, ഞാൻ ദുആയിൽ പങ്കെടുത്തു എന്നൊക്കെ എല്ലാവരും കാണണം.
പറ്റുമെങ്കിൽ ഒരു 500 രൂപ കൊടുത്തിട്ട് എൻ്റെ പേരൊന്ന് പറയിപ്പിക്കണം. പേര് ചിലപ്പോൾ ഒക്കെ വായിക്കും, അതല്ല പ്രശ്നം. പക്ഷെ അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തത്, അത് വായിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇത് പ്രശ്നവാ. കർമ്മവിശുദ്ധിയില്ലാത്ത അമലുകൾ കൊണ്ട് കുഴപ്പത്തിലാകും. നമ്മൾ എത്ര വലിയ അമലുകൾ ചെയ്താലും അള്ളാഹുവിനത് വേണ്ട. നമ്മൾ എത്ര വലിയ സുഹൃതങ്ങൾ ചെയ്താലും കർമ്മവിശുദ്ധിയില്ലയോ പടച്ച തമ്പുരാൻ അത് ആവശ്യമില്ല. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് മുത്തുളി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ, ശുദ്ധമായ റബീഉൽ അവ്വൽ വരിക അല്ലേ ഉസ്താദ്? ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ റബീഉൽ അവ്വലിലേക്കായി. അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ നാം ഒരുപാട് സ്വലാത്തുകൾക്ക് സമയം കണ്ടട്ടെ എന്നുള്ള സമയത്തേക്ക് എത്തുക. ഒരു ഇൽമിന്റെ മജ്‌ലിസ് പെട്ടെന്ന് പ്രത്യേകിച്ച് പാപ്പാങ്കുളങ്ങര ചിറ്റുമൂല എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ദീനീ സ്പിരിറ്റുള്ള ആളുകളൊക്കെയാ. ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരുന്ന ആദ്യ ദിവസം തുടങ്ങുമ്പം തന്നെ റസൂലുള്ളാന്റെ പേര് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്പിരിറ്റ്, ആ ഒരു പവർ, സ്വലാത്തിന് ആ ഒരു ശക്തി ഇല്ല എങ്കിൽ പിന്നെന്താ സഹോദരങ്ങളെ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതരേ നബി മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകരേ നബി മുഹമ്മദ് മുസ്തഫ, ബദറിന്റെ നായകനേ നബി മുഹമ്മദ് മുസ്തഫ, ഉഹദിലെ പോരാളിയേ നബി മുഹമ്മദ് മുസ്തഫ, ഖന്തക്കിലെ തൊഴിലാളിയേ നബി മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെ പോരാളിയേ നബി മുഹമ്മദ് മുസ്തഫ, അസത്യത്തിന്റെ എതിരാളിയേ നബി മുഹമ്മദ് മുസ്തഫ, ധർമ്മത്തിന്റെ തേരാളിയേ നബി മുഹമ്മദ് മുസ്തഫ. പോരാ സഹോദരങ്ങളെ, പോരാ. നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം മുഴുവനും മുഖരിതമാക്കപ്പെടട്ടെ. നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ ശബ്ദം ചെന്ന് പതിക്കുന്ന ഓരോ മൺതരികളും നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് അനുകൂല സാക്ഷികളാക്കപ്പെടട്ടെ. നാം ചൊല്ലുന്ന സ്വലാത്തിന്റെ ശബ്ദം ചെന്ന് പതിക്കുന്ന ഓരോ ചെടി കൊടികളും പടച്ചവന്റെ ദർബാറിൽ നമുക്ക് അനുകൂല സാക്ഷികളാക്കപ്പെടട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാ. അവിടുന്ന് പഠിപ്പിക്കുകയാ, നാളെ പാരത്രിക ലോകത്ത് പടച്ച തമ്പുരാൻ വിചാരണയ്ക്ക് വേണ്ടി മനുഷ്യനെ മുഴുവനും വിളിച്ചു ചേർക്കുമ്പോൾ ആദ്യം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 3 വ്യക്തികളെ കൊണ്ടുവരുന്നതാണ്. ആദ്യം അല്ലാഹു ആ 3 വ്യക്തികളുടെ വിചാരണ നടത്തുന്നതാ. അതിലൊന്നാമത് അല്ലാഹു തആല കൊണ്ടുവരുന്നതാരെയാ? ഒരു സമ്പന്നനായ മനുഷ്യനെയാ. ഒരുപാട് സമ്പത്ത് കൊടുത്തുകൊണ്ട് പടച്ച തമ്പുരാൻ അനുഗ്രഹിച്ച ഒരു സമ്പന്നനായ രക്ഷപ്രഭുവായ കോടീശ്വരനായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാ. എന്നിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യനെ വിചാരണ ചെയ്യുകയാ. ദുനിയാവിൽ നിനക്ക് ഞാൻ ഒരുപാട് സമ്പത്ത് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ സമ്പത്ത് നീ എവിടെയാ ചെലവഴിച്ചത്? ഈ സമ്പത്തിന് നീ എവിടെയാ കൊടുത്തിട്ടുണ്ടായിരുന്നത്? ആ വ്യക്തി പറയുന്നതാ, നീ തന്ന സമ്പത്ത് മുഴുവനും ദീനിന്റെ മാർഗത്തിൽ ഞാൻ കൊടുത്തു അല്ലാ. നീ തന്ന സമ്പത്ത് മുഴുവനും സാധു പെൺകുട്ടികളുടെ വിവാഹത്തിന് കൊടുത്തു അല്ലാ. സാധുക്കളായ രോഗികൾക്ക് വേണ്ടി കൊടുത്തു അല്ലാ. പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കാൻ കൊടുത്തു അല്ലാ. അറബി കോളേജുകൾക്ക് ലക്ഷങ്ങൾ കൊടുത്തു റബ്ബേ. പള്ളിക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ കൊടുത്തു റബ്ബേ. നീ തന്ന സമ്പത്ത് മുഴുവനും നീ ഇഷ്ടപ്പെടുന്ന മാർഗങ്ങളിൽ ഞാൻ വാരിക്കോരി ചെലവഴിച്ചിരുന്നു നാഥാ. നീ തന്ന സമ്പത്ത് മുഴുവനും നിന്റെ ദീനിന്റെ മാർഗത്തിലാ കൊടുത്തത്. എന്നാ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മറുപടി പറയുമ്പോൾ അല്ലാഹു തആല ആ മനുഷ്യനോട് തിരിച്ചു പറയുന്നു, കസ്സബ്താ, എടാ നീ കളവ് പറയുകയാണടാ, എടാ നീ കള്ളം പറയുകയാണടാ. കാരണം ഞാൻ നിനക്ക് ദുനിയാവിൽ തന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് നീ പാവങ്ങൾക്ക് കൊടുത്തത്, സാധു പെൺകുട്ടികളുടെ വിവാഹത്തിന് നീ കൊടുത്തത്, അറബി കോളേജുകൾക്കും പള്ളികൾക്കും യതീംഖാനകൾക്കും നീ ചെലവഴിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? ജനങ്ങൾ നിന്നെ ഒരു വലിയ ധർമ്മിഷ്ഠനെന്ന് പറയാൻ,
ജനങ്ങൾ നിന്നെ പാടിപ്പുകഴ്ത്താൻ, ജനങ്ങളുടെ പേരും പ്രശംസയും നിനക്ക് കിട്ടാൻ, ജനങ്ങളിൽ നിന്നുള്ള സ്ഥാനമാ മോഹങ്ങൾ നിനക്ക് കിട്ടാൻ, ഇങ്ങനെ ദുനിയവിയായ ഏതോ ചില ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിന്റെ സമ്പത്ത് നീ ചെലവഴിച്ചതെങ്കിൽ നീ ആഗ്രഹിച്ചതൊക്കെയും ദുനിയാവിൽ വെച്ച് നിനക്ക് നൽകപ്പെട്ടു പോയി. നീ കൊതിച്ചതൊക്കെയും ദുനിയാവിൽ വെച്ച് നിന്നിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്തിരിക്കുകയാ. അതുകൊണ്ട് എന്റെ കോടതിയിൽ നിനക്ക് യാതൊരുവിധ നന്മകളുമില്ല. പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി കോടിക്കണക്കിന് പണം ചെലവഴിച്ച മനുഷ്യൻ പക്ഷേ കർമ്മവിശുദ്ധിയില്ലാതെ ചെലവഴിച്ചതിന്റെ പേരിൽ തന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടുകൊണ്ട് നാശത്തിന്റെ ഭവനമായ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാ. അവിടുന്ന് പറയുന്നു, അതുപോലെ പടച്ച തമ്പുരാൻ അവിടെ കൊണ്ടുവരുന്ന വ്യക്തിയാണ് ഒരു വലിയ പണ്ഡിതൻ, വലിയ ഒരു പണ്ഡിതൻ, അല്ലാഹുവിന്റെ കിതാബ് മുഴുവനും കൃത്യമായി പഠിച്ച വലിയ ഒരു പണ്ഡിതൻ. ജനങ്ങളുടെ മുന്നിൽ, ആയിരക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ ദീനിനെ പറ്റി പ്രഭാഷണം നടത്തിയ വലിയ ഒരു പണ്ഡിതനെ കൊണ്ടുവരികയാ. ആ പണ്ഡിതനോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കും, ഞാൻ തന്ന പാണ്ഡിത്യം നീ എങ്ങനെ ഉപയോഗപ്പെടുത്തിയത്? നിനക്ക് ഞാൻ ഇൽമു നൽകിയില്ലയോ? നിനക്ക് ഞാൻ പ്രാഗൽഭ്യം നൽകിയില്ലയോ? അതെല്ലാം എങ്ങനെയാ നീ ചെലവഴിച്ചത്? ഉടൻ തന്നെ ആ മനുഷ്യൻ പറയും, നാഥാ, നീ എനിക്ക് തന്ന ഇൽമു മുഴുവനും പൊതുജനങ്ങൾക്ക് വേണ്ടി കൊടുത്തു അല്ലാ. പാതിരാത്രിയുടെ നിശബ്ദതയിൽ 10,000-കണക്കിന് മനുഷ്യരെ വിളിച്ചു ചേർത്തിട്ട് ദീനിനെ പറ്റിയിട്ട് ഞാൻ അവർക്ക് പ്രഭാഷണം നടത്തിയല്ലോ. ദീനിയായ ഇൽമുകൾ ഞാൻ അവർക്ക് പകർന്നു കൊടുത്തു അല്ലാ. നീ തന്ന ഇൽമു മുഴുവനും നിന്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിച്ചു അല്ലാ. അപ്പോഴും പടച്ച തമ്പുരാൻ പറയും, ഇല്ലടാ കസബ്താ, നീയും കളവ് പറയുകയാണടാ. കാരണം ഞാൻ നിനക്ക് ഇൽമു നൽകി, നീ ജനങ്ങളുടെ മുന്നിൽ എന്റെ കിതാബ് പാരായണം ചെയ്ത് അവരുടെ മുമ്പിൽ ഇൽമു പറഞ്ഞതെന്തിനാ? ആ ജനങ്ങളിൽ നിന്നുള്ള പ്രശസ്തി നിനക്ക് കിട്ടാൻ, ആ ജനങ്ങളുടെ സമ്പത്ത് നിന്നിലേക്ക് വന്നു ചേരാൻ, ജനങ്ങളുടെ മുമ്പിൽ നിനക്ക് ഒരുപാട് സ്ഥാനവും മഹത്വവും കിട്ടാൻ, നിന്നെ പ്രഭാഷക ലോകത്തെ കുലപതി എന്ന് വിളിച്ചുകൊണ്ട് ജനങ്ങളെല്ലാം പൊക്കിപ്പറയാൻ വേണ്ടിയിട്ടല്ലേ? അവരുടെ പണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അവരിൽ നിന്നുള്ളതായ സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? വലിയ ആഡംബര വാഹനങ്ങളും കൊട്ടാരങ്ങളും കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ലയോ? എവിടെയും നിനക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നില്ലേ? അതുകൊണ്ട് ഞാൻ തന്ന ഇൽമ് എന്റെ പൊരുത്തത്തിനല്ലാതെ ജനങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ച നിന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ടു പോയി. ഒരു വലിയ ആലിമായ മനുഷ്യൻ പോലും തന്റെ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മൂന്നാമത് അല്ലാഹു കൊണ്ടുവരുന്ന ധാരയാ ഒരു ഷഹീദിനെയാണ്. ദീനീ മാർഗത്തിൽ ശത്രുക്കളോട് നേരിട്ട് വീരോദത്തമായി പോരാട്ടം നടത്തി രക്തസാക്ഷിത്വം വരിച്ച ഒരു ഷഹീദിനെ അല്ലാഹു കൊണ്ടുവരികയാ. എന്നിട്ട് ചോദിക്കുന്നു, നിനക്ക് നാം തന്ന ജീവിതം നീ എവിടെയാ ചെലവഴിച്ചത്? ആയുസ് നീ എവിടെയാ ചെലവഴിച്ചത്? ആരോഗ്യം എവിടെയാ ചെലവഴിച്ചത്? ഉടൻ തന്നെ ആ രക്തസാക്ഷി പറയുന്നു, നാഥാ, നീ തന്ന ജീവിതം നിന്റെ ദീനിന് വേണ്ടി കൊടുത്തു അല്ലാ. സത്യത്തിന്റെ മാർഗത്തിൽ അടരാടാൻ വേണ്ടിയിട്ട് എന്റെ ജീവിതം ഞാൻ സമർപ്പിച്ചു അല്ലാ. അങ്ങനെ ശത്രുക്കളോട് നേരിട്ട് പോരാട്ടം നടത്തി രക്തസാക്ഷിയായിരിക്കുന്നു റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി വരുന്നു, കസബ്താ, ഇല്ലടാ, നീയും കള്ളനാണടാ. നീ ദീനീ മാർഗത്തിൽ പ്രവർത്തനം നടത്തിയത്, നീ ശത്രുക്കൾക്കെതിരെ പോരാട്ടം നടത്തിയത്, നീ സത്യമാർഗത്തിൽ രണാങ്കണത്തിലേക്ക് പടപ്പുറപ്പാട് നടത്തിയത്, അത് ജനങ്ങൾ നിന്നെ ഒരു ധീരനെന്ന് പറയാൻ, ജനങ്ങൾ നിന്നെ ഒരു വീരനെന്ന് വിളിക്കാൻ, ജനങ്ങളിൽ നിന്നുള്ള പേരും പ്രശസ്തിയും നിനക്ക് കിട്ടാൻ, ഇതിനു വേണ്ടിയിട്ട്
വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്തതെങ്കിൽ നിന്റെ നന്മകൾ കൊണ്ടൊരു പ്രയോജനവും നിനക്കില്ല. ആ ഷഹീദായ വ്യക്തിയുടെയും നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെട്ട് കർമ്മവിശുദ്ധിയില്ലാത്തതിന്റെ പേരിൽ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ പറയുകയാ. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാനും നിങ്ങളും ഈ ഹദീസ് മുന്നിൽ വെച്ചൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. ആരെ പറ്റിയിട്ടാ പറയുന്നത്? ഒന്നാമത് കൊണ്ടുവന്നത് വലിയ ഒരു ആലിമിനെയാ. രണ്ടാമത് കൊണ്ടുവന്നത് ഒരുപാട് സമ്പത്ത് ചെലവഴിച്ച ഒരു സമ്പന്നനെയാ. മൂന്നാമത് കൊണ്ടുവന്നിരിക്കുന്നത് ദീനീ മാർഗത്തിൽ രക്തസാക്ഷിയായ ചെറുപ്പക്കാരനെയാ. പക്ഷേ ഇവരുടെ എല്ലാം നന്മകൾ നശിപ്പിക്കപ്പെട്ടു പോയത് എന്തുകൊണ്ടാ? ഇവരെല്ലാം നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടത് എന്തുകൊണ്ടാ? അവരുടെ ജീവിതത്തിൽ അവർക്ക് കർമ്മവിശുദ്ധിയില്ല. അവരുടെ ജീവിതത്തിലെ നന്മകളിൽ ഉദ്ദേശശുദ്ധിയില്ല. അതുകൊണ്ട് നന്മകൾ നശിപ്പിക്കപ്പെട്ട് അവര് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്സാര ആളുകളാണോ? വലിയ ആലിം, വലിയ ആലിം. അദ്ദേഹം ഇൽമു പറയാൻ തുടങ്ങി, അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ വരും. പക്ഷെ എന്താ കാര്യം? നരകത്തില. എന്തുകൊണ്ട്? കർമ്മവിശുദ്ധിയില്ല. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്തത്. പൈസ കിട്ടണം, പേര് കിട്ടണം, എനിക്ക് വലിയ ആളാകണം, വണ്ടി കിട്ടണം, വലിയ കൊട്ടാരം വേണം, എവിടെ സ്ഥാനമാനങ്ങൾ വേണം. കർമ്മവിശുദ്ധിയില്ല. പടച്ചവൻ തള്ളിക്കളഞ്ഞു. രണ്ടാമതൊരു വലിയ സമ്പന്നൻ, ലക്ഷക്കണക്കിന് പണം പാവങ്ങൾക്കും പള്ളിക്കും മദ്രസയ്ക്കും ഒക്കെ കൊടുത്ത ആളാ. പക്ഷേ ഇയാളുടെ ഉദ്ദേശം എന്താ? ജനങ്ങൾ എന്നെപ്പറ്റി വലിയ ആളാണ്, എത്ര ചോദിച്ചാലും തരും, ഭയങ്കര സംഭവ, എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ സ്ഥാനമാനവും മഹത്വവും തനിക്കിങ്ങനെ ഒരു പ്രത്യേക സ്വീകാര്യതയൊക്കെ കിട്ടണം എന്ന് കരുതി ചെയ്തതാണോ? ആ കർമ്മവിശുദ്ധിയില്ലാത്ത പ്രവർത്തനത്തിന്റെ പേരിൽ നന്മകൾ നശിപ്പിക്കപ്പെട്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ. മൂന്നാമത് കൊണ്ടുവന്നു ഒരു രക്തസാക്ഷിയെ. പക്ഷെ എന്താ കാര്യം? ദീനിനു വേണ്ടി പ്രവർത്തിച്ചതും പോരടിച്ചതും രക്തസാക്ഷിത്വം വരിച്ചതുമെല്ലാം എന്നെ ആളുകൾ ഒരു ധീരനാക്കണം, എന്നെ വീരനാക്കണം, അവരിൽ നിന്നുള്ള പ്രശംസ എനിക്ക് കിട്ടണം. പടച്ച തമ്പുരാൻ തള്ളിക്കളഞ്ഞു. എങ്കിൽ സഹോദരങ്ങളെ, സഹോദരിമാരെ, പൊട്ടിപ്പൊളിഞ്ഞ അമലുകളുമായി ജീവിക്കുന്ന നമ്മളുടെ കാര്യം പിന്നെ പറയണോ? നമുക്കൊക്കെ എന്താ പറയാനുള്ളത്? നമുക്ക് എന്താ അമലാവുള്ളത്? പൊട്ടിപ്പൊളിഞ്ഞ അമലും പൊട്ടിപ്പൊളിഞ്ഞ നിസ്കാരവും യാതൊരുവിധ വിലയും നിലയും ഭാരവുമില്ലാത്ത നമ്മുടെ അമലുകൾ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അതോടൊപ്പം കർമ്മവിശുദ്ധി കൂടി നമുക്കില്ല എങ്കിൽ അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പറയുന്ന, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ട് നിങ്ങൾ ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യണം. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസോടുകൂടി അള്ളാനെ അനുസരിക്കാനല്ലാതെ ആരോടും കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ നന്മകൾ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒന്നാമതായി ഏത് അമൽ ചെയ്താലും, ഏതൊരു പ്രവർത്തനത്തിന്റെയും തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഒക്കെ നമ്മൾ വിലയിരുത്തണം, ഞാനിത് കർമ്മവിശുദ്ധിയോടെ ചെയ്യാണോ? എന്റെ റബ്ബിന് വേണ്ടിയിട്ടാണോ ഞാനിത് ചെയ്യുന്നത്? അള്ളാഹുവിന്റെ പ്രീതിയും പൊരുത്തവും കിട്ടാൻ വേണ്ടിയിട്ടാണോ ഞാനിത് ചെയ്യുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും വിലയിരുത്തണം. അപ്പോ ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ കർമ്മവിശുദ്ധി ഉണ്ടാകണം. അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല മുഖ്ലിസീങ്ങളായി അമലുകൾ ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. രണ്ടാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു വിശുദ്ധിയാണ് ആത്മീയ വിശുദ്ധി എന്ന് പറയുന്നത്. വിശ്വാസ രംഗത്ത് വിശുദ്ധി കൈവരിച്ചവരായിരിക്കണം നാം. ഇസ്ലാമികമായ വിശ്വാസത്തെ കളങ്കപ്പെടുത്തുന്ന, ആ വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചിന്തയോ എന്തെങ്കിലും ഒരു വാക്കോ എന്തെങ്കിലും ഒരു പ്രവർത്തനമോ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ആത്മീയ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, വിശ്വാസ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയാൽ, പിന്നെ നാം ചെയ്യുന്ന അമലുകളൊന്നും പടച്ചോന് വേണ്ട. നമ്മൾ ഇനി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാലും വിശ്വാസം കൃത്യമല്ലയോ, വിശ്വാസം ക്ലിയർ അല്ലയോ, നമ്മുടെ ഈമാൻ ശരിയല്ലയോ, അള്ളാഹുവിന് നമ്മുടെ അമലുകളൊന്നും വേണ്ട. കാരണം ഇപ്പോ ഒന്നാമതായി നമുക്ക് വേണ്ടത് കർമ്മവിശുദ്ധി, രണ്ടാമതായി നമുക്ക് വേണ്ടുന്നത് ആത്മീയ വിശുദ്ധി.
മൂന്നാമതായി നമുക്ക് വേണ്ടത് ബന്ധങ്ങളിലെ വിശുദ്ധി. മൂന്നാമത് നമ്മുടെ ബന്ധങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. നമ്മൾ ചുമ്മാ ഇങ്ങനെ നിസ്കരിച്ചു, നോമ്പ് പിടിച്ചും, ഹജ്ജ് ചെയ്തും, ഉംറ ചെയ്തും, വലിയ ആളാണ്, വലിയ ദീനിന്റെ സംഭവമാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കുടുംബ ബന്ധങ്ങൾ അത് നല്ലോണമുണ്ടോ എന്ന് നമ്മൾ നോക്കണം. കുടുംബ ബന്ധങ്ങൾ, നമ്മുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധങ്ങൾ, സഹോദരി സഹോദരന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഭർത്താവിന്റെ ബന്ധുക്കളോട്, ഭാര്യയുടെ ബന്ധുക്കളോട്, നമ്മുടെ രക്തബന്ധുക്കളാകട്ടെ, നമ്മുടെ കുടുംബ ബന്ധുക്കളാകട്ടെ, ഇവരോടൊക്കെ ഉള്ള ബന്ധം നന്നാകണം. അതല്ലാതെ ഞാനങ്ങ് വലിയ അല്ലാമാണ്, ഞാൻ 2 ഹജ്ജ് ചെയ്തു, ഞാൻ 30 ഉംറ ചെയ്തു, ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ബന്ധങ്ങൾ നന്നല്ലയോ? കുടുംബക്കാരോടുള്ള ബന്ധങ്ങൾ ചേർക്കുന്നില്ലയോ? ഒരു കാര്യവും പടച്ച തമ്പുരാന്റെ മുന്നിലില്ല. കുറെ ആളുകളുണ്ട്, വലിയ നിസ്കാരക്കാരായിരിക്കും, തഹജ്ജുദിന് പള്ളിയിലെത്തും, ബാങ്ക് വിളിക്കാൻ മുഅദ്ദിനെ വന്ന് വിളിച്ചുണർത്തുന്ന ആള് വരാ എത്രയോ വർഷമായി. തഹജ്ജുദ് നിസ്കാരം ഉൾപ്പെടെയുണ്ട്, ദുഹാ നിസ്കാരമുണ്ട്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെയുണ്ട്. ഓരോ മാസവും ഓരോ ഖത്തം, വിശുദ്ധ ഖുർആൻ ഖത്തം തീർക്കുന്നവരാ. ഓരോ മാസവും ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവരാ. എന്നൊക്കെ നമ്മൾ ഇങ്ങനെ വലിയ മഹത്വം പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ എന്താ? കുടുംബക്കാരോട് നല്ല ബന്ധമില്ല. സ്വന്തം ഉമ്മയോട് വാപ്പയോട് പിണങ്ങിക്കഴിയുന്നവനായിരിക്കും, വലിയ നിസ്കാരക്കാരനാ, പക്ഷേ കുടുംബത്തോട് നല്ല ബന്ധം ചേർത്തിട്ടില്ല. ഭാര്യയുടെ ബന്ധുക്കളോട് പിണങ്ങിക്കഴിയുന്നു, സഹോദരിമാർ ഭർത്താവിന്റെ ബന്ധുക്കളോട് പിണങ്ങിക്കഴിയുന്നു, സ്വന്തം സഹോദരങ്ങളോട് പിണങ്ങിക്കഴിയുന്നവരുണ്ട്. വസ്തുവീതം വെച്ചപ്പോ തർക്കമായി, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ തർക്കമായി. കുടുംബക്കാരോട് പിണക്കം, കൊച്ചുമായോട്, കൊച്ചാപ്പയോട്, അവരുടെ മക്കളോട്, മാമായോട്, മാമിയോട് പിണക്കം. ഇതൊക്കെ വലിയ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുകയും ചെയ്യും. അതാണ് അതിലും വലിയ രസം. വലിയ അഭിമാനത്തോടെ 15 വർഷമായി ഞാൻ അവന്റെ വീട്ടിൽ കയറിയിട്ട്, അറിയോ, എന്തോ വലിയ സ്വർഗത്തിൽ പോകുന്ന കാര്യം ചെയ്ത പോലെയാ, ഭയങ്കര അഭിമാനത്തോടെ. എന്നിട്ട് പറയും, മരിച്ച എന്റെ മയ്യത്തോലും കാണിക്കല്ലോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഓ, പടച്ചോരങ്ങ് മൊത്തത്തിൽ ഇഷ്ടപ്പെട്ടു എന്നാ ധാരണ. എന്തോ വലിയ നന്മ ചെയ്തതുപോലെ വീരവാദം മുഴക്കുക. ഒരു കാര്യം മനസ്സിലാക്കിക്കോളിൻ, അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ പരസ്പരം ഏതൊരു അള്ളാഹുവിന്റെ പേര് പറഞ്ഞാണോ ചോദിക്കുന്നത്, അള്ളാഹനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. വൽ അർഹാം, കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുവിൻ. കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. നിസ്സാര വിഷയത്തിന്റെ പേരിൽ പിണങ്ങിക്കഴിയുക. അവൻ അവിടെ വെച്ച് നോക്കിയിട്ട് എന്നെ കണ്ടിട്ട് ചിരിച്ചില്ല, എന്നോടൊരക്ഷരം പോലും മിണ്ടിയില്ല, കല്യാണത്തിന് എന്നെ ആദ്യം വിളിച്ചില്ല, അല്ലെങ്കിൽ എന്നെ വിളിച്ചപ്പോ താമസിച്ചു പോയി. എന്തൊക്കെ കാരണങ്ങളാ പിണങ്ങാൻ അല്ലേ? എനിക്ക് കിട്ടിയ ഇറച്ചി കഷണത്തിന് വലിപ്പം കുറഞ്ഞുപോയി, എനിക്ക് പപ്പടം കിട്ടിയില്ല. നിസാര വിഷയങ്ങൾക്കൊക്കെ കല്യാണത്തിന് സാരി എടുക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല. പെണ്ണുങ്ങളൊക്കെ പിണങ്ങുന്ന അതിനായിരിക്കും. സ്വർണം എടുക്കാൻ പോയപ്പോ എന്നെ വിളിച്ചില്ല, വളയിടിയിന് പോയപ്പോ എന്നെ വിളിച്ചില്ല. എങ്കിൽ പിന്നെ പിണക്കം ഒറ്റ ഓടിക്കൽ, ഇനി ഒരു ബന്ധവുമില്ല. ഇനി മരിച്ചാ പോലും ഞാൻ അങ്ങോട്ടും പോവില്ല, ഞാൻ മരിച്ചാ ഇങ്ങോട്ടും കാണാൻ വരാൻ പാടില്ല. എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് ഈ കുടുംബ ബന്ധങ്ങൾ മുറിച്ചിട്ട് എന്ത് നന്മ കിട്ടുമെന്നാ നമ്മൾ കരുതുന്നത്? അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് കരുതുന്നുണ്ടോ? അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ നന്മകളുടെ അളവെടുപ്പുകൾ നടക്കുമ്പോ നന്മകൾ മുഴുവനും നശിപ്പിക്കപ്പെടുകയാ. എന്തിനാ സഹോദരങ്ങളെ, സഹോദരിമാരെ കുടുംബ ബന്ധം മുറിക്കുന്നത്? നിങ്ങൾക്കറിയുമോ, ഒരു മഹത്തായ ഇൽമിന്റെ മജ്ലിസിലാ നമ്മൾ ഇരിക്കുന്നത്. വിശുദ്ധ ഖുർആനും ഹദീസും ചർച്ച ചെയ്യുന്ന മജ്ലിസാ, അള്ളാഹുവിനെ പറ്റി ചർച്ച ചെയ്യുന്ന മജ്ലിസാ. ഇങ്ങനെയുള്ള ഒരു മജ്ലിസിന്റെ ബറക്കത്ത് എന്തെന്നറിയുമോ? ഈ മജ്ലിസിൽ നിന്ന് അള്ളാഹുവിന്റെ അർശ് വരെയും മലക്കുകളെ കൊണ്ട് നിറയ്ക്കപ്പെട്ടിരിക്കുകയാ. അള്ളാഹ് ചോദിക്കും, മലക്കുകളെ നിങ്ങൾ എവിടെ നിന്നാ വരുന്നത്? ആ മലക്കുകൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് മറുപടി പറയുന്നതാ, അല്ലാഹുവേ, ഭൂമിലോകത്ത് പടച്ചവനെ, ഏഷ്യ വൻകരയിൽ, ഇന്ത്യ മഹാരാജ്യത്തില്, കേരള സംസ്ഥാനത്തില്, കൊല്ലം ജില്ലയില്, കരുനാഗപ്പള്ളിക്കടുത്ത്, പാപ്പാങ്കുളങ്ങര മുസ്ലിം ജമാഅത്തിന്റെ തൊട്ടടുത്ത് അല്ലാഹുവേ ഒരു ഇൽമിന്റെ മജ്ലിസ് നടക്കുന്നു. അല്ലാഹ്, അവിടെ നിന്നാണ് ഞങ്ങൾ കടന്നു വരുന്നത്. നാഥാ, അല്ലാഹു
അല്ലാഹു ചോദിക്കും, മലക്കുകളെ, ആ മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ആവശ്യം എന്താ മലക്കുകള്? ആ മലക്കുകൾ പറയും, നാഥാ, അവർക്ക് സ്വർഗമാണ് ആവശ്യമല്ല. അവരിന്നു വരെ സ്വർഗം കണ്ടിട്ടുണ്ടോ മലക്കുകള്? ഇല്ല റബ്ബേ, അവരിന്നു വരെ സ്വർഗം കണ്ടിട്ടില്ല. വീണ്ടും അല്ലാഹു ചോദിക്കും, മലക്കുകളെ, അവരെന്തിൽ നിന്നാ എന്നോട് കാവൽ ചോദിക്കുന്നത്? മലക്കുകൾ പറയും, റബ്ബേ, അവര് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുന്നു. അല്ലാ, അവരിന്ന് വരെ നരകം കണ്ടിട്ടുണ്ടോ? ഇല്ല പടച്ചവനെ, അവരെ നരകം കണ്ടിട്ടില്ല. അല്ലാ, അവരെങ്ങാനും നരകം കണ്ടിരുന്നു എങ്കിൽ ജീവിതകാലം മുഴുവനും കരച്ചിലായി കഴിഞ്ഞുകൂടുമായിരുന്നു. അല്ലാ പറയും, മലക്കുകള്, എങ്കിലും നിങ്ങൾ സാക്ഷിയാട്. ആ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ പുറത്തു കൊടുത്തിരിക്കുകയാ. ഏതൊരു സ്വർഗമാണോ അവരാവശ്യപ്പെടുന്നത്, ആ സ്വർഗം ഞാൻ അവർക്ക് കൊടുക്കുകയാ. ഏതൊരു നരകത്തിൽ നിന്നാണോ മോചനം തേടുന്നത്, ആ നരകമോചനവും ഞാൻ അവർക്ക് കൊടുക്കുന്നതാ. ഒരു ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്നവർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുക്കുന്ന മഹത്തമാ. അങ്ങനെ ഒരു മജ്‌ലിസിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. എന്നാൽ ഇവിടെ കൂടിയിരിക്കുന്ന സ്ത്രീ പുരുഷന്മാരോടൊരു കാര്യം പറയട്ടെ. ഇത്രയും മഹത്വമുള്ള പരിശുദ്ധമായ പരിപാവനമായ ഒരു മജ്‌ലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഒന്നോർക്കടേ, ഈ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ, ഇവിടെ കൂടിയിരിക്കുന്നതായ സ്ത്രീ പുരുഷന്മാരോടിടയിൽ കുടുംബ ബന്ധം മുറിച്ച ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്ന ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ, ഈ മജ്‌ലിസിൽ അവരിയ്ക്കാൻ പാടില്ല. ഈ മജ്‌ലിസിൽ അവരൊരിക്കലും ഇരിക്കാൻ പാടില്ല. ഈ മജ്‌ലിസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി അവരുടെ വീടുകളിലേക്ക് പോകേണ്ടുന്നതാ. ഇത് വിനീതം വെറുതെ പറയുന്നതല്ല. കുടുംബ ബന്ധം മുറിച്ച ഒരാളെങ്കിലും ഈ മജ്‌ലിസിൽ ഇരുന്നാൽ ഈ മജ്‌ലിസിന്റെ എല്ലാ ബറക്കത്തും നഷ്ടമാകുന്നതാ. ഈ മജ്‌ലിസിന്റെ എല്ലാ റഹ്മത്തും നഷ്ടമാകുന്നതാ. കുടുംബ ബന്ധം മുറിച്ച, കുടുംബക്കാരോട് പിണങ്ങിയ ഒരാണോ ഒരു പെണ്ണോ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ മുഴുവൻ ഐശ്വര്യവും നഷ്ടമായിരിക്കുകയാ. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആരെന്നറിയുവോ? മഹാനായ ഒരു സഹാബിയാണ്. അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം സദാസമയം നിഴല് പോലെ കഴിഞ്ഞുകൂടിയ സഹാബിയാ. വീട്ടിലേക്ക് പോകാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, എപ്പോഴും റസൂലുള്ളാഹിന്റെ നിഴല് പോലെ കഴിഞ്ഞുകൂടുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചെഞ്ചുണ്ടകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ഹദീസ് കിട്ടിയാൽ ഉടൻ തന്നെ അത് മനഃപ്പാഠമാക്കുന്ന സഹാബിയാ. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഹദീസ് റിവായത്ത് ചെയ്തത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അങ്ങനെയുള്ള മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എല്ലാ വെള്ളിയാഴ്ച രാവിലും മഹാനുഭാവൻ പ്രത്യേകമായ ഹദീസിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നതാ. എല്ലാ വെള്ളിയാഴ്ച രാവിലും പള്ളിയിൽ അദ്ദേഹം മജ്‌ലിസ്, ഹദീസിന്റെ മജ്‌ലിസ് സംഘടിപ്പിക്കും. അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാവിലെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിന്റെ മജ്‌ലിസ് നടക്കാൻ പോവുകയാ. പോരിശയുള്ള ഒരുപാട് മഹത്വങ്ങൾ പെയ്തിറങ്ങുന്ന വെള്ളിയാഴ്ച രാവിന്റെ ദിവസത്തില് മഗ്രിബ് കഴിഞ്ഞുള്ള സമയത്തില് നൂറുകണക്കിന് സഹാബാക്കള് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ, ഹദീസിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കാൻ ഒന്നു ചേർന്നിരിക്കുകയാ. എല്ലാവരും വന്ന് ക്ഷമയോടുകൂടി കാത്തിരിക്കുമ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് കടന്നു വരുന്നു. ആ മജ്‌ലിസിലേക്ക് കടന്നു വന്നിട്ട് ഉടൻ തന്നെ മഹാനുഭാവൻ ആ മജ്‌ലിസിലേക്ക് നോക്കിയിട്ട് പറയുന്നു, ഉഹർജു അലാ കുല്ലി ഖാതിഇ റഹിബ് ലമ്മാ ഖാമ മിൻ ഇൻദിനാ. എന്റെ ഈ മജ്‌ലിസില് കുടുംബ ബന്ധം മുറിച്ചവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടൻ തന്നെ ഇവിടെ നിന്നും എഴുന്നേറ്റ് പുറത്തു പോയിക്കൊള്ളുക. ഈ മജ്‌ലിസ് അവർക്ക് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ മജ്‌ലിസിൽ അവർക്ക് ഉപരോധമേർക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ ഇവിടെ നിന്ന് ഇറങ്ങി പുറത്തു പോവുക.
ഒരാളും ഒരക്ഷരവും മിണ്ടുന്നില്ല. എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ്. രണ്ടാമത് വീണ്ടും മഹാനുഭാവൻ പറഞ്ഞു, ഹർജു അലാ കുല്ലി ഖാത്തിഇറൈം ലമ്മാ ഖാമ മിൻ ഇൻദിനാ. കുടുംബ ബന്ധം മുറിച്ചവരെ ഇവിടെ നിങ്ങൾ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിക്കൊള്ളുക. അപ്പോഴും ഒരാളും ഒരക്ഷരവും മിണ്ടുന്നില്ല. അല്പം കൂടി കഴിഞ്ഞ് മൂന്നാമത് വീണ്ടും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹർജു അലാ കുല്ലി ഖാത്തിഇറഹിം ലമ്മാ ഖാമ മിൻ ഇൻദിനാ. നമ്മുടെ അടുക്കൽ നിന്നും കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഈ മജ്‌ലിസ് അവർക്ക് ബഹിഷ്കരിക്കപ്പെട്ടിരിക്കുകയാ. പെട്ടെന്നൊരു ചെറുപ്പക്കാരൻ മജ്‌ലിസിൽ നിന്ന് പതുക്കെ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. കാരണം എന്താ? വർഷങ്ങളോളമായി സ്വന്തം പിതാവിന്റെ സഹോദരിയുമായി പിണക്കത്തിലാണ്. സ്വന്തം മാമിയുമായി, സ്വന്തം പിതാവിന്റെ സഹോദരിയുമായി പിണക്കത്തിൽ കഴിയുന്ന ചെറുപ്പക്കാരനാ. വേദനയോടുകൂടി മജ്‌ലിസിൽ നിന്നും ഇറങ്ങിപ്പോയി. വല്ലാത്ത വിഷമം തോന്നി. നേരെ തന്റെ പിതാവിന്റെ സഹോദരിയുടെ അടുക്കലേക്ക് ചെന്നു. പ്രിയപ്പെട്ട മാതാവിനെ കെട്ടിപ്പിടിച്ച് കയ്യിൽ പിടിച്ചു പൊരുത്തം ചോദിച്ചു. അവരുടെ എല്ലാ പിണക്കങ്ങളും അവസാനിപ്പിച്ചു. ആ മാതാവ് ചോദിച്ചു, പൊന്നുമോനെ, എന്റെ സഹോദരപുത്ര, എത്ര വർഷമായടാ എന്നോട് പിണങ്ങിക്കഴിയാൻ തുടങ്ങിയിട്ട്? എത്ര നാളുകളായി നീ എന്നോട് പിണങ്ങിക്കഴിയുന്നവനാ? എവിടെ വെച്ച് കണ്ടിട്ടും ഒന്ന് സലാം പറയില്ല, ഒരക്ഷരം പോലും മുരിയാടില്ല. എന്നെ കണ്ടിട്ടും മുഖം തിരിച്ചുകൊണ്ട് നടന്നു നീങ്ങിയവനല്ലേ? ഇപ്പൊ പെട്ടെന്ന് എന്റെ വീട്ടിലേക്ക് വന്നതെന്തിനാ? എന്നോട് പൊരുത്തം ചോദിച്ച് പിണക്കമൊക്കെ തീർത്തിട്ട് കുടുംബ ബന്ധങ്ങളെ ചേർത്ത് വെച്ചതെന്തിനാ? ഉടൻ തന്നെ ആ ചെറുപ്പക്കാരൻ പറഞ്ഞ, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സഹോദരി, എന്റെ പ്രിയപ്പെട്ട മാമി, ഞാൻ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഇൽമിന്റെ മജ്‌ലിസിൽ ഇരിക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മജ്‌ലിസിലേക്ക് വന്നാദ്യം പറഞ്ഞത് കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാനാ. അതുകൊണ്ടാ ഞാൻ വിഷമത്തോടുകൂടി ഇറങ്ങി വന്നത്. ആ മാതാവ് ചോദിച്ചു, പൊന്നുമോനെ, എന്തുകൊണ്ടാ കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞത്? നിസ്കരിക്കാത്തവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, കള്ളു കുടിക്കുന്നവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, വ്യഭിചരിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, പലിശ തിന്നുന്നവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, സകാത്ത് കൊടുക്കാത്തവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ല, മറ്റൊരു കാര്യത്തെ പറ്റിയിട്ടും പറഞ്ഞില്ല. കുടുംബ ബന്ധം മുറിച്ചവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ കാര്യമെന്താ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്കറിയില്ല. ആ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, എങ്കിൽ നീ ചെല്ലുക അബൂ ഹുറൈറയുടെ അടുക്കലേക്ക്, അദ്ദേഹത്തോട് തന്നെ ഇതിന്റെ സത്യാവസ്ഥ ചോദിക്കുക. ആ ചെറുപ്പക്കാരൻ മടങ്ങി വരികയാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക്. എന്നിട്ട് വിഷമത്തോട് വന്നിട്ട് ചോദിക്കുന്ന, അബൂ ഹുറൈറ തങ്ങളെ, നിസ്കാരം ഒഴിവാക്കിയവർ ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, കള്ളുകുടിയന്മാരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, വ്യഭിചരിക്കുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, പലിശ തിന്നുന്നവരോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലല്ലോ, കുടുംബ ബന്ധം മുറിച്ചവരോട് മാത്രം ഇറങ്ങിപ്പോകാൻ പറഞ്ഞതിന്റെ കാരണമെന്താ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത ഒരു ഹദീസുണ്ട്, എന്റെയും നിങ്ങളുടെയും മനസ്സിന്റെ അകത്തളങ്ങളിൽ കുറിച്ചിട്ട് കൊള്ളുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇന്ന അഅമാല ബനി ആദമ തുറലു അലല്ലാഹി തബാറക വതആല അശിയത കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ ഫലാ യുഖബലു അമലു ഖാത്തിഇ റഹീം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന അഅമാല ബനി ആദമ, എല്ലാ മനുഷ്യരും ചെയ്യുന്ന നന്മകളായ അമലുകളുണ്ടല്ലോ, തുറലു അലല്ലാഹി തബാറക വതആല, ഈ അമലുകളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ ഓരോ ആഴ്ചയും പ്രത്യേകം പ്രദർശിപ്പിക്കപ്പെടുന്നതാ. ഏത് ദിവസത്തിലെന്നറിയുമോ? അശിയത കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവിലും അഥവാ വ്യാഴാഴ്ച മഗ്രിബ് കഴിഞ്ഞാൽ വെള്ളിയാഴ്ച രാവ് തുടങ്ങുകയാ. അശിയത കുല്ല ഖമീസിൻ ലൈലത്തൽ ജുമുഅ, എല്ലാ വെള്ളിയാഴ്ച രാവുകളിലും മനുഷ്യർ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാഹുവിന്റെ
മുമ്പിൽ പ്രദർശിപ്പിക്കപ്പെടുന്നതാണ്. എല്ലാവരുടെ അമലുകളെയും അല്ലാഹു തആല സ്വീകരിക്കുന്നതാണ്. പക്ഷേ ഫലാ യുഖ്ബലു അമലു ഖാതിഇറഹിം, കുടുംബ ബന്ധം മുറിച്ചവരുടെ അമലുകളെ അല്ലാഹു സ്വീകരിക്കൂല. കുടുംബക്കാരോട് പിണങ്ങി കഴിയുന്നവരുടെ അമലുകളെ അല്ലാഹു തആല സ്വീകരിക്കൂല. നിസാരമായ ബന്ധത്തിന് വർഷങ്ങളോളം പിണങ്ങി കഴിയുന്നവരെ, സ്വന്തം ഉമ്മയോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, വാപ്പയോട് മിണ്ടിയിട്ട് വർഷങ്ങളായി, മരുമക്കളോട് പിണങ്ങി കഴിയുന്നവരുണ്ട്. ഭർത്താവിന്റെ മാതാപിതാക്കളോട് പിണക്കത്തിലാണ്, ഭാര്യയുടെ മാതാപിതാക്കളോട് പിണക്കത്തിലാണ്, അളിയനോടും നാത്തുവിനോടും പിണക്കത്തിലാണ്, സ്വന്തം രക്തബന്ധുക്കളോട് പിണക്കത്തിലാണ്. ദുനിയാവിലെ നിസാരമായ വസ്തുവകകൾക്ക് വേണ്ടി നിങ്ങൾ പിണക്കത്തിലാവുകയാണോ? രാഷ്ട്രീയത്തിന്റെ പേരിൽ പിണക്കത്തിലാവുകയാണോ? മഹല്ല് തെരഞ്ഞെടുപ്പിന്റെ പേരിൽ പിണക്കത്തിലാവുകയാണോ? സംഘടനയുടെയും ആദർശത്തിന്റെയും പേരിൽ പിണക്കത്തിലാവുകയാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അങ്ങനെ പിണങ്ങിക്കഴിയുന്നവരുടെ അമലുകൾ ഫലാ യുഖ്ബലു അമലു ഖാതിഇറഹിം, കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്നവരുടെ അമലുകളെ അല്ലാഹു സ്വീകരിക്കൂല. അവരുടെ അമലുകളെ അല്ലാഹുവിന്റെ ആവശ്യമില്ല. എത്ര തഹജ്ജുദ് നീ നിസ്കരിച്ചെന്ന് പറഞ്ഞാലും, എത്ര ജമാഅത്ത് നീ നിസ്കരിച്ചെന്ന് പറഞ്ഞാലും, എത്ര സ്വലാത്ത്, എത്ര ദിക്റുകൾ, എത്ര ഖത്മുകൾ തീർത്തെന്ന് പറഞ്ഞാലും, എത്ര കോടി നന്മകൾ കരസ്ഥമാക്കിയെന്ന് പറഞ്ഞാലും, കുടുംബക്കാരോട് പിണക്കത്തിലാണോ? ഫലാ യുഖ്ബലു അമലു ഖാതിഇറഹിം, ആ കുടുംബ ബന്ധം മുറിച്ചവരുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. ഈ ഒരു മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവുകയാ. പക്ഷേ കുടുംബ ബന്ധം മുറിച്ചവരെ ആരെങ്കിലും ഈ മജ്ലിസിലുണ്ടെങ്കിൽ ഈ ദുആ പോലും സ്വീകരിക്കപ്പെടൂല. റസൂലുള്ളാഹിന്റെ സഹാബാക്കളെ ഇൽമിന്റെ മജ്ലിസ് നടത്തിയിട്ട് അവസാനം ദുആ ചെയ്യാൻ പോകുമ്പോ അവര് മജ്ലിസിലോട് പറയുന്ന കാര്യം എന്താ? ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഈ മജ്ലിസിൽ നിന്നും ഇറങ്ങിപ്പോവുക, ഞങ്ങൾ ദുആ ചെയ്യാൻ പോവുകയാ. കുടുംബ ബന്ധം മുറിച്ചവരാരെങ്കിലും മജ്ലിസിലിരുന്നാൽ ഈ ദുആ അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് ഇറങ്ങിപ്പോയിക്കൊള്ളുക, ഇറങ്ങിപ്പോയിക്കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബക്കാരോട് പിണങ്ങിയവര് അവരുടെ മജ്ലിസിൽ നിന്ന് പുറത്താക്കുന്നതാ. റസൂലുള്ള പറഞ്ഞില്ലേ, ഇന്നർ റഹ്മത ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹി ഖാതിഇറഹിം, കുടുംബ ബന്ധം മുറിച്ച ഒരു വ്യക്തി ഒരാൾക്കൂട്ടത്തിനിടയിൽ വന്നിരുന്നാൽ ആ കൂട്ടത്തിലേക്ക്, ആ സമൂഹത്തിലേക്ക്, ആ സമുദായത്തിലേക്ക് അല്ലാഹുവിന്റെ കരുണ ഇറങ്ങൂല. അതുകൊണ്ട് കുടുംബ ബന്ധം മുറിച്ചവരെ, നിങ്ങളുടെ അമലുകള്, നിങ്ങളുടെ സൗഹൃദങ്ങള്, നിങ്ങളുടെ അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങള് ഒന്നും പടച്ചവൻ സ്വീകരിക്കൂല. ഷഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബ ബന്ധം മുറിച്ചവർ, കുടുംബക്കാരോട് പിണങ്ങിക്കഴിയുന്നവർ, അങ്ങനെയുള്ളവരുടെ അമലുകൾ അല്ലാഹു തആല സ്വീകരിക്കില്ല എന്ന് ഷഫീഉനാ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ നന്മകൾ, നമ്മുടെ അമലുകൾ നശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ, അത് സ്വീകരിക്കപ്പെടണമെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ വിശുദ്ധി ഉണ്ടാകണം. 3 വിശുദ്ധിയാണ് നമ്മൾ പറഞ്ഞത്. 1 കർമ്മവിശുദ്ധി ഉണ്ടാകണം, 2 ആത്മീയ വിശുദ്ധി ഉണ്ടാകണം, 3 കുടുംബ വിശുദ്ധി ഉണ്ടാകണം. അല്ലാഹു തആല എല്ലാ വിശുദ്ധിയും ഒന്നു ചേരുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.